السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു മാസത്തിൽ നാം ചെയ്യുന്ന അമലുകൾ കുറ്റമറ്റ രീതിയിൽ ആയിത്തീരുവാൻ ആവശ്യമായ നിലക്ക് ഏതൊരു ഇബാദത്തും നിർവഹിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഇൽമ് ആവശ്യമാണ് എന്നതുപോലെ നാം അനുഷ്ഠിക്കുന്ന നോമ്പിനെ സംബന്ധിച്ചും ശരിയായ അറിവ് നമുക്കുണ്ടായിരിക്കണം. കേട്ടുകേൾവികളുടെയോ പരമ്പരാഗതമായി നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ പഠിപ്പിക്കപ്പെട്ടതുപോലെയോ അതല്ലെങ്കിൽ സമൂഹത്തിലെ ധാരാളം ആളുകൾ ചെയ്യുന്നത് നോക്കിയോ ഒന്നുമല്ല ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കേണ്ടത്. മറിച്ച് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത് ആ ഇബാദത്തുകൾക്ക് കൂലി തരേണ്ടുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ എങ്ങനെയാണത് നിർവഹിക്കാൻ നമ്മെ അറിയിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ തന്നെ നിർവഹിച്ചേ പറ്റൂ. ആ നിലക്കാണ് നമ്മുടെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ അറിവ് ഇത് ദീനാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് അത് ദീൻ. നിങ്ങൾ നോക്കണം എവിടുന്നാണ് നിങ്ങൾ അത് സ്വീകരിക്കുന്നത് എന്ന്. കേൾക്കുന്ന എല്ലാം അനുസരിച്ചുകൊണ്ട് ഇബാദത്തെടുക്കാൻ പറ്റില്ല. വായിക്കുന്നതെന്തും ശരിയായിക്കൊള്ളണമെന്നില്ല. പ്രമാണങ്ങളാണ് ഏറ്റവും കൂടുതൽ നാം ആസ്പദിക്കേണ്ടുന്നത്. അതുകൊണ്ട് പവിത്രമായ ഈ മാസത്തിലെ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന പലരും പല തെറ്റായ ധാരണകളും വെച്ച് പുലർത്തുന്നവരാണ്. പല ഊഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട എന്റെ മനസ്സിൽ ഉദിക്കുന്ന ചില കാര്യങ്ങൾ, സാധാരണ എല്ലാവർക്കും സംശയം തോന്നാവുന്ന കാര്യങ്ങൾ, സാധാരണഗതിയിൽ ആളുകൾ വിളിച്ചു ചോദിക്കാറുള്ള ചില കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്ന ഒരു ചെറിയ വിവരണമാണ് എന്റെ ഈ ഇന്നത്തെ സന്ദർഭത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹനീയമായ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ദീന് പഠിക്കണമെന്ന ആശയോടുകൂടെയാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. ജുമാ കഴിഞ്ഞിട്ടും നമ്മൾ പോകാതെ നമ്മളിത് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ശരിയായ ധാരണകളുടെ ആളുകളാകണം, തെറ്റിദ്ധാരണകൾ മാറ്റണം എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒത്തുചേരൽ. അല്ലാഹു അതൊരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വാഭാവികമായും നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് സമൂഹത്തിൽ പലപ്പോഴും ഒരുപാട് ധാരണകൾ നിലനിൽക്കുന്നത്. അവ പലതും അബദ്ധങ്ങളായ ധാരണകളാണ്. ഏറ്റവും പ്രാഥമികമായി നമ്മുടെയൊക്കെ നാടുകളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, റമദാൻ മാസമായാൽ ആളുകളുടെ ഒരു ധാരണ തുപ്പുനീര് പോലും ഇറക്കാൻ പാടില്ല എന്നതാണ്. അങ്ങനെ നോമ്പുകാലമായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ, എനിക്കറിയാം, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നോമ്പായി കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ 4 പുറവും തുപ്പുനീര് കൊണ്ട് നിറയും. എല്ലാവരും ഇങ്ങനെ തുപ്പി നടക്കല. റമദാൻ ഒരു തുപ്പുമാസത്തിന്റെ മാസമായിട്ട് എല്ലാവരും, കാരണം എന്താ വെച്ചാൽ ഉമിനീര് ഇറങ്ങാൻ പാടില്ല, ഉമിനീര് പോലും ഇറക്കിക്കൂടാ എന്ന ധാരണയാണ്. അതുകൊണ്ട് ആദ്യമായി എന്റെ സഹോദരങ്ങൾ അത് ശ്രദ്ധിക്കുക. ഉമിനീര് നമ്മുടെ വായിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്രവമാണ്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്.
അത് തുപ്പിക്കളയാനുള്ളതല്ല. അത് സ്വാഭാവികമായും ഇങ്ങനെ ഇറങ്ങും, അത് ഇറക്കാം. അതിങ്ങനെ വരുന്നതൊരു തെറ്റല്ല. നമ്മുടെ എന്റെ നോമ്പ് മുറിഞ്ഞോ, ഞാൻ പ്രയാസത്തിലായോ എന്ന ഒരു ബേജാറതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ പല ദ്വാരങ്ങളുണ്ടല്ലോ നമുക്ക്. ഇപ്പൊ വെള്ളം കേറൂലേ, ചെവിയിലൂടെ വെള്ളം കയറൽ, മൂക്കിലൂടെ കയറൽ, അതുപോലെ തന്നെ അടിയിൽ നിന്ന് മലദ്വാരത്തിലൂടെ മേൽപോട്ട് കയറൂലേ. ഇങ്ങനെയൊക്കെയുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ കുളിക്കാൻ തന്നെ പാടില്ല, മുങ്ങിക്കുളിച്ചുകൂടാ, വെള്ളപ്പാത്രത്തിൽ അല്ലെങ്കിൽ കുളത്തിലോ പുഴയിലോ ഒന്നും ഇറങ്ങി ഇരുന്നുകൂടാ. അങ്ങനെയൊക്കെയുള്ള പല ധാരണകളും ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ മൂക്കിലൂടെ വെള്ളം കയറ്റുന്നത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖി ഇല്ലാ അൻ തകൂന സായിമാ. ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് നല്ലോണം കയറ്റണം. ഉളു എടുക്കുന്ന കാര്യം പറഞ്ഞതാണ്. ഉളു എടുക്കുമ്പോ വായിലും മൂക്കിലൊക്കെ വെള്ളം കയറ്റണം. അത് നന്നായി കയറ്റണം. നമ്മൾ മുമ്പ് പലപ്പോഴും പറയാറുണ്ട്, വെറുതെ അങ്ങനെ ചില ആൾക്കാർ വിരലിങ്ങനെ തള്ളല. ചില ആൾക്കാർ വായിലും മൂക്കിലും മലമലത്ത് ഇസ്തിൻഷാഖ് ഇസ്തിൻസാറ് എന്നൊക്കെ പറഞ്ഞാൽ വായിൽ വെള്ളമാകും, മൂക്കിൽ വെള്ളമാവില്ല, രണ്ട് വിരലൊരു തള്ളല. അതുപോരാ, മൂക്കിൽ വെള്ളം ഇത്രയാണ് കയറ്റണം. അത് നന്നായി കയറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു, ഇല്ലാ അൻ തകൂന സായിമാ, നീ നോമ്പുകാരനായിരുന്നാൽ ഒഴികെ. അപ്പൊ നീ വല്ലാതെയാണ് കയറ്റരുത്. അപ്പൊ മൂക്കിലൂടെ വെള്ളം വല്ലാതെ വലിച്ചു കയറ്റിയാൽ അത് നേരെ വായിലേക്കാ പോകും, തൊണ്ടയിലേക്ക് എത്തും, കൺട്രോൾ ചെയ്യാൻ കഴിയില്ലാണ്ട് ഇറങ്ങും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ഉളു എടുക്കുമ്പോ നോമ്പ് കാലത്ത് വല്ലാതെ മൂക്കിലൂടെയാണ് കയറിയിട്ട് നേരെ തൊണ്ടയിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ ഒഴിവാക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ചെവിയിൽ മരുന്നിറ്റിക്കാമോ? ചെവിയിൽ മരുന്നിറ്റിക്കാം, നോമ്പ് മുറിയുകയില്ല. കണ്ണിൽ മരുന്നിറ്റിക്കാമോ? കണ്ണിൽ മരുന്നിറ്റിക്കാം, നോമ്പ് മുറിയുകയില്ല. മൂക്കിൽ മരുന്നിറ്റിക്കാമോ? അത് ഒഴിവാക്കാനാ പറഞ്ഞത്. മൂക്കിൽ മരുന്നിറ്റിക്കുന്നത് മാത്രം ഒഴിവാക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇപ്പൊ പലപ്പോഴും നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഇന്ന് നമുക്ക് സംശയമുണ്ടോ അതൊക്കെയും സഹാബിമാർ നിവർത്തിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ നോമ്പ് കാലമായാൽ ശരീരത്തെ വല്ലാതെ പീഡിപ്പിക്കണം എന്നൊരു ധാരണ, ഒരു സുഖവും അനുഭവിച്ചൂടാ, ഒരു സമാധാനവും കിട്ടിക്കൂടാ. ശരീരം ശരിക്കും നോമ്പിന്റെ രുചിയൊന്ന് അറിയട്ടെ എന്ന നിലക്ക് പ്രയാസപ്പെടണം. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ വായിൽ വറ്റാണെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് വെള്ളം വായിൽ വെള്ളമാക്കിയിട്ട് തുപ്പിക്കളയാൻ പോലും പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വസ്ത്രം നനച്ചിട്ട് ശരീരത്തിൽ ഇടാറുണ്ട്. എന്തിന്? നോമ്പിന്റെ ചൂടിനൊരു ആശ്വാസം കിട്ടാൻ. നമുക്ക് കഠിനമായ ചൂടുള്ള സമയത്ത് തോർത്തുമുണ്ടോ തുണിയോ ഒക്കെ നനച്ച് വേണമെങ്കിൽ ശരീരത്തിൽ ഇട്ടൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാം. അതൊരു സുഖം കൊള്ളലല്ലേ? നോമ്പിന്റെ പുണ്യം പോയിപ്പോവില്ലേ? ഇല്ല. അതുകൊണ്ടൊന്നും നോമ്പിന്റെ പുണ്യം പോവില്ല. അങ്ങനെ പ്രയാസം തോന്നുന്നുണ്ടോ? തുണി നനച്ച് ശരീരത്തിൽ പൊതിഞ്ഞിരിക്കാം. ഇനിയോ, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസുബ്ബുൽ മാഅ അലാ റഅസിഹി വഹുവ സായിമുൻ മിനൽ അത്ശി ഔ മിനൽ ഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ വെള്ളം കോരി ഒഴിക്കാറുണ്ടായിരുന്നു, ചൂടിന് ആശ്വാസം കിട്ടാൻ, ക്ഷീണം മാറാൻ വെള്ളം കോരി ഒഴിക്കുക. വഹുവ സായിമുൻ, നോമ്പുകാരനായിരിക്കെ. മിനൽ അത്ശി ഔ മിനൽ ഹരി, ഒന്നുകിൽ ചൂടുണ്ടാവുമ്പോ കഠിനമായ ചൂട് കൊണ്ട് വരിയുമ്പോ തണുത്ത വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുക. അങ്ങനെ ഒരു സുഖം കിട്ടുക. നോമ്പിന്റെ ഒരു പ്രതിഫലത്തെയോ അത് ബാധിക്കൂല. അതൊക്കെ ഒഴിവായിട്ട് നല്ല ചുറ്റ് വിയർത്തിങ്ങനെ ഇരിക്കന്നെ വേണം. അതൊന്നും ആരും മസിൽ പിടിക്കേണ്ടതില്ല, അതുകൊണ്ടൊന്നും കൂലിട്ടൂല. അങ്ങനെ പ്രയാസം തോന്നുന്നുണ്ടോ? വെള്ളം കോരി ഒഴിച്ചോളൂ. ഔ മിനൽ അത്ശി, അല്ലെങ്കിൽ ദാഹം കൊണ്ട് വല്ലാതെ ദാഹിക്കുമ്പോ നബിതങ്ങള് വായിൽ വെള്ളാക്കി പുറത്തേക്ക് തുപ്പും, മേലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിക്കും. ഇനിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നുള്ള റിപ്പോർട്ടിൽ അതേ സഹാബത്ത് പറയുന്നുണ്ട്, ലാ ബഅസ ബിൽ മളമള വതബറുദി ലിസ്സായിം. ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നോമ്പുകാരന് വായിൽ വെള്ളമാക്കി ഇങ്ങനെ കുപ്പിളിക്കുക, അതുപോലെ തന്നെ തണുപ്പേൽക്കുക, അതൊന്നും ഒരു വിരോധവുമില്ല. അപ്പൊ ഒരാശ്വാസവും കിട്ടിക്കൂടാ എന്നൊന്നുമില്ല. പ്രത്യേകിച്ച് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾക്ക് ഒരു വലിയ വെള്ളപ്പാത്രം ഉണ്ടായിരുന്നു എന്നാണ്.
വെള്ളം ധാരാളമായി കൊള്ളുന്ന ഒരു വലിയ തൊട്ടി. ആ തൊട്ടിയെ കുറിച്ച് അദ്ദേഹം പറയണ നോമ്പുകാരനായിരിക്കെ ഞാൻ അതിൽ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളെ നാട്ടിൽ നമ്മളെ ഇവിടെ കണ്ട ഫ്ലാറ്റുകളിൽ ബാത്ത് ടബ്, നമ്മളെ നാട്ടിൽ ബാത്ത് ടബ് ഇപ്പൊ എല്ലാവരും അതങ്ങനെ വെറുതെ ഇരിക്കലാണ്. ആർക്കും അതിൽ കിടക്കാൻ നേരമില്ല, അതിനാക്കാത്ര വെള്ളം നമ്മളടുത്ത കയ്യിലുണ്ട്. പിന്നെ ഈ വെള്ളമൊക്കെ നിറച്ച്, തണുത്ത വെള്ളമൊക്കെ നിറച്ച് അതിലൊരാൾ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കുറച്ചു നേരം കിടക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ചു നേരം ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ഇറങ്ങിയിരിക്കൽ. അടിയിൽ കൂടെ വെള്ളം കയറൂലേ? പുഴയിൽ ഇരിക്കാൻ പാടുണ്ടോ? കുളത്തിലിറങ്ങി ഇരിക്കാൻ പാടുണ്ടോ? നോമ്പ് മുറിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച, അവിടുത്തെ ഖാദിമായി സേവനം ചെയ്ത മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, എനിക്ക് വെള്ളം നിറക്കുന്ന ഒരു തൊട്ടി ഉണ്ടായിരുന്നു, ഞാനതിലിടക്ക് നോമ്പുകാരനായിരിക്കെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഇന്നത്തെ പോലെ എ സി ഒന്നുമില്ലേ, നമുക്ക് കൺപോളുള്ള എ സി റൂമിൽ കയറിയാൽ മതി. അന്ന് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തു. അപ്പൊ അതുകൊണ്ട് യാതൊരു തകരാറും അതുകൊണ്ടൊന്നുമില്ല. പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടുണ്ടോ? ചില ആൾക്കാരുടെ ചോദ്യമാണ്, സുഗന്ധം ഉപയോഗിക്കാൻ പാടുണ്ടോ? സുഗന്ധവും കൂടി ഉപയോഗിക്കാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നോമ്പുകാരന് അല്ലാത്തവനെന്ന വ്യത്യാസമില്ലാതെ തീബ് ഉപയോഗിക്കൽ സുന്നത്താക്കിയ സംഗതിയാണ്. എപ്പോഴും ശരീരത്തിന് നല്ല സുഗന്ധമുണ്ടാവുക. അതുകൊണ്ട് അത്തർ ഉപയോഗിക്കുന്നതും അത്തർ മണക്കുന്നതും, നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ പറയും, ഒരു മല്ലികപ്പൂവോ ഒരു ഏതെങ്കിലും മുല്ലപ്പൂവോ ഒക്കെ മണത്ത, നിന്റെ നോമ്പ് മുറിഞ്ഞു, നീ പൂ മണത്തു, നീ പിന്നെ മുല്ലപ്പൂ മണത്തു, അത് മണത്തിലേ നിന്റെ നോമ്പ് പോയി. ഇങ്ങനെ ധാരണകൾ ഒരുപാട് ചെറുപ്പം മുതലേ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നോമ്പുകാരായ ആരും അത്തറൊന്നും വരട്ടൂല. അങ്ങനെ അത്തറൊന്നും പുരട്ടാതെ അങ്ങനെ മനുഷ്യന് ഇങ്ങനെ വിയർപ്പും ആ രൂപത്തിലുള്ള ദുർഗന്ധവുമായി നടക്കണം എന്നൊരു ധാരണയുണ്ട്. അതിനൊന്നും യാതൊരു പ്രമാണവുമില്ല സഹോദരന്മാരെ. മാത്രമല്ല അനസ് റളിയല്ലാഹു തആല അൻഹു, ഹസൻ ബസരി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ്, ഇവരൊക്കെയും നോമ്പുകാരായിരിക്കെ കണ്ണിൽ സുറുമയിടാറുണ്ടായിരുന്നു. കണ്ണിനൊരാശ്വാസം കിട്ടാനും കുളിർമ കിട്ടാനും സുറുമക്കോല് കൊണ്ട് ആണുങ്ങൾ ഉപയോഗിക്കുന്ന ആ സുറുമയിടുന്നത് പോലും കണ്ണിലാണല്ലോ അതിടുന്നത്, കണ്ണിലാണല്ലോ ചെയ്യുന്നത്, കണ്ണിന്റെ ഉള്ളിലേക്കാണല്ലോ ആ കോല് വെച്ച് വലിക്കുന്നത്. അത് തെറ്റുള്ള സംഗതിയല്ല. അതുകൊണ്ടൊന്നും നോമ്പിന് പ്രശ്നമില്ല. അടുത്ത ധാരണ എന്താണ്? നോമ്പുകാരൻ പല്ല് തേക്കൽ ഉച്ചക്ക് ശേഷം പറ്റൂല. അങ്ങനെ ഒരു ധാരണ. ഉച്ചക്ക് ശേഷം നോമ്പുകാരൻ പല്ല് തേക്കല് പാടില്ലാത്ത സംഗതിയാണ് എന്ന ഒരു ധാരണ. സഹോദരന്മാരെ, അത് വാസ്തവത്തിൽ എവിടെ നിന്ന് വന്നതാണത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. അതേ, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന വാസന അത് അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമാകുന്നു. ഇതാണ് ഹദീസ്. ഇത് സഹീഹായ ഹദീസാണ്. ഇത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. അതായത് ഈ വാസന നമ്മുടെ ഭക്ഷണം കഴിക്കാതെയും സംസാരിക്കാതെയും കുറെ നേരം ഇരുന്നാൽ വായിൽ നിന്നുണ്ടാകുന്ന ഒരു ദുർഗന്ധം, ആ ദുർഗന്ധം അത് അവിടെ തന്നെ കൂടുതൽ ധാരാളമാക്കി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഉച്ചക്ക് ശേഷമാകുമ്പോഴാണ് ഇത് കൂടുക. ഉച്ചക്ക് ശേഷമാകുമ്പോ ഈ മണം കൂടും. അതുകൊണ്ട് കസ്തൂരി ഇങ്ങനെ ധാരാളമായിട്ടുണ്ടാവട്ടെ എന്ന നിലക്ക് ഉച്ചക്ക് ശേഷം വായും വല്ലൊന്നും വൃത്തിയാക്കണ്ട എന്നൊരു ധാരണയുണ്ടായതാണ്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശം അത് ഇവിടുത്തെ കാര്യമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ്. ഏതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മുറിവ് പറ്റിയാൽ ആ മുറിവിൽ നിന്ന് വരുന്ന രക്തവും ചലവും ചോരയുമൊക്കെ പടച്ച റബ്ബിന്റെ അടുക്കൽ വളരെയേറെ പ്രതിഫലാർഹമാണ്, അത്യന്തം ഏറ്റവും കൂടുതൽ സുഗന്ധപൂർണമാണ് എന്നൊക്കെ പറയുന്നത് പോലെ നാളെ മഹ്ശറിൽ നമ്മൾ ഇന്നീ അനുഭവിക്കുന്ന ഈ ഒരു പ്രയാസം അത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഏറ്റവും പുണ്യം നേടിത്തരുന്ന ഒരു സംഗതിയാണ് എന്നതല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ മണം നല്ലോണം ഉണ്ടാക്കാൻ വേണ്ടി ബ്രഷ് തൊടാതെ മിസ്വാക്ക് ചെയ്യാതെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ നടക്കണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സിവാക്ക്, പല്ല് തേക്ക്, അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുക എന്നുള്ളത് വായയെ വൃത്തിയാക്കുന്നതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയുമാണ് എന്നാണ്. അത് നോമ്പുകാരൻ അവരിൽ ഒഴിവാണ് എന്ന് നബി തങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രല്ല, ലൗലാ അന്ന ശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളൂ, എന്റെ ഉമ്മത്തിന് പ്രയാസമുണ്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നമസ്കാരവേളയിലും നോമ്പിന്റെ എല്ലാ വുളൂഇന്റെ സമയത്തും അവനോട് പല്ല് തേക്കാൻ ഞാൻ നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നു.
അവ ഏത് സമയത്തും ഒരു നിർബന്ധത്തിന്റെ പദവിയോളം എത്താവുന്ന, ബുദ്ധിമുട്ടാവുങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ അതൊരു നിർബന്ധമായൊരു സംഗതിയോളം എത്തുന്ന ഒരു കാര്യമാണ് എല്ലാ ഉളൂവിന്റെ അവസരത്തിൽ. അത് നോമ്പുകാരനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പിന്നെ അവന് പല്ല് തേക്കാൻ പാടില്ല എന്നത് ചില അഭിപ്രായങ്ങൾ മാത്രമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് പ്രമാണങ്ങളുടെ പിൻബലം അതിനില്ല. നബിയും സഹാബത്തുമൊക്കെ ആ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെയോ ഛർദിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഛർദിച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ദറഅഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖദാഉൻ വമൻ ഇസ്തഖാഅ ഫൽയഖ്ദി. ആർക്കെങ്കിലും ഛർദി അതിരുകവിഞ്ഞു വന്നാൽ, മനഃപൂർവ്വമല്ലാതെ ഒരാളെങ്ങോട്ട് ഛർദിച്ചു, അങ്ങനെ ഛർദിച്ചു കഴിഞ്ഞാൽ അയാൾ നോമ്പ് മുറിയോ? ഇല്ല. ഫലൈസ അലൈഹി ഖദാ, അവൻ നോമ്പ് ഖദാ വീട്ടേണ്ടതില്ല, നോമ്പ് മുറിയൂല. അതേ അവസരത്തിൽ സ്വാഭാവികമായ ഛർദിയല്ല, ആരെങ്കിലും കയ്യിൽ വായിൽ വിരലിട്ടിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലോ ഒക്കെ ഛർദിപ്പിച്ചാലോ നോമ്പ് മുറിയും. ഛർദിപ്പിച്ചാൽ നോമ്പ് മുറിയും. സ്വാഭാവിക ഛർദി ഒരാൾക്ക് അതിജയിച്ചു എങ്കിൽ അവന്റെ നോമ്പ് മുറിയുന്നതല്ല. അവനാണോ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവന്റെ നോമ്പ് പോയി, അവൻ ഖദാ വീട്ടണം. ഒരാൾ മറന്നു, നോമ്പുകാരന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ്. മറവി ബാധിച്ചു ഒരാൾ. ഇദാ നസിയ അഹദുക്കും ഫഅകല ഔ ശരിബ വഹുവ സായിം. നിങ്ങളിൽ ഒരാൾ മറന്നു, നോമ്പുകാരനായിരിക്കെ അവൻ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ വെള്ളം കുടിച്ചു, എന്തെങ്കിലും തിന്ന് കുടിക്കുക എന്തെങ്കിലും ചെയ്തു, അറിഞ്ഞിട്ടില്ല, മറന്നിട്ടാണ് എങ്കിൽ നോമ്പ് മുറിയുമോ? ഇല്ല, നോമ്പ് മുറിയുന്നില്ല. ഫൽ യുതിമ്മ സൗമഹു, അവന്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ, നോമ്പ് പൂർത്തിയാക്കട്ടെ. ഫഇന്നമാ തഅമഹു അല്ലാഹു വസഖാ, അള്ളയാണ് അവനെ ഭക്ഷിപ്പിച്ചത്, അള്ളയാണ് അവനെ കുടിപ്പിച്ചത്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്, വെള്ളത്തിന്റെ വെള്ളത്തോടുള്ള അമിതമായ ദാഹം കൊണ്ട് അവൻ അറിയാതെ അങ്ങെടുത്ത് കുടിച്ചതാണ്. അത് അവനിലുണ്ടാകുന്ന പ്രകൃതിയാ ഊട്ടപ്പെട്ട ഒരു വികാരമാണത്. അതവൻ ചെയ്തു എന്നേയുള്ളൂ. അതുകൊണ്ട് മറവി പറ്റിക്കൊണ്ട് നോമ്പുകാരനാണെന്ന ധാരണയില്ലാതെ ആദ്യ ദിവസങ്ങളിലൊക്കെ സംഭവിക്കാവുന്ന നിലക്ക് വല്ലതും സംഭവിച്ചു പോയാൽ സഹോദരങ്ങളെ എന്ത് മുറിയുകയില്ല, നോമ്പ് അതുകൊണ്ട് നഷ്ടപ്പെടുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വദഅ അൻ ഉമ്മത്തി അൽ ഖതാ വൻ നിസിയാന വമസ്തുക്രിഹു അലൈഹി. അല്ലാഹു തആല എന്റെ ഉമ്മത്തിൽ നിന്ന് വിടുതൽ ചെയ്തിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ? 3 കാര്യങ്ങളിലൂടെ അവൻ തെറ്റുകാരനാവില്ല. ഒന്നാമത്തത് അൽ ഖതാ, പിഴവ് സംഭവിച്ചു, അബദ്ധം സംഭവിച്ചു, വിവരമില്ലായിരുന്നു, അറിയാതെയാണ്, ഒരു കാര്യത്തെപ്പറ്റി അയാൾക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പിഴവ്, അബദ്ധം സംഭവിച്ചാൽ അല്ലാഹു തആല ശിക്ഷിക്കൂല. വന്നിസിയാൻ, മറന്നു, മറവി പറ്റിയതാണ് എങ്കിൽ അല്ലാഹു ശിക്ഷിക്കൂല. വമസ്തുക്രിഹു അലൈഹി, ഏതെങ്കിലും നിലക്ക് നിർബന്ധിക്കപ്പെട്ടവനും ഒഴികെ. കണ്ട 3ാമത്തെ വിഷയം എന്താ? നിർബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ നോമ്പുകാരനാണ്, ഈ നോമ്പിനോടൊക്കെ ശത്രുതയുള്ള ഏതോ ശത്രുക്കൾ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരാൾ 2 കൂട്ടരെ എന്റെ കൈയും കാലും ഒക്കെ കെട്ടിട്ട് ഒരാൾ നിർബന്ധിച്ചാണ് തുറന്ന് അതിലേക്ക് വെള്ളം ഒഴിച്ച് ആണ് കുടിപ്പിച്ചു, അല്ലെ എന്നെ കൊണ്ട് അവിടെ തീറ്റിച്ചു. എന്റെ നോമ്പ് മുറിയോ? മുറിയൂല. വെള്ളാകത്ത് എന്നില്ലേ, ഭക്ഷണാകത്ത് എന്നില്ലേ, അതൊക്കെ ശരിയാ. അത് ഇവന്റെ മനസ്സാണ് അവിടെ. കണ്ടോ, നേരത്തെ മറന്നതുകൊണ്ടും വെള്ളമൊക്കെ വയറ്റിലെത്തിയിട്ടുണ്ട്, നോമ്പ് മുറിയുന്നില്ല. അപ്പൊ എന്തെങ്കിലും മനുഷ്യനെ ഇങ്ങനെ പീഡിപ്പിക്കണം, പ്രയാസപ്പെടുത്തണം എന്നതല്ല. ഇതിനൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ചത് മനുഷ്യന്റെ മാനസികമായി അവനിൽ തഖ്വയുണ്ടാക്കി തീർക്കുവാൻ വേണ്ടിയാകുന്നു. ആ നിലക്ക് എന്റെ സമൂഹത്തിന് നിർബന്ധിക്കപ്പെട്ടാലും എന്തല്ല, അവന്റെ നോമ്പ് മുറിയുന്നതല്ല. പിന്നെ സംശയമുണ്ടാകുന്നത് എന്താണ്? ചില ആളുകൾ വിചാരിച്ചു രാത്രി കാലത്തും ഭാര്യാഭർത്തൃബന്ധം പാടില്ല. അങ്ങനെ ഒരു ധാരണ പണ്ട് ഖുർആൻ ഇറങ്ങുന്ന കാലത്തേ ഉണ്ട്. ശാരീരികമായി തന്റെ ഇണയുമായി രാത്രി കാലത്തും ബന്ധപ്പെട്ടുകൂടാ, പകലേതായാലും പറ്റൂല, രാത്രി കാലത്തും പാടില്ല. ഖുർആൻ ഒരു തിരുത്തി, ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമിർ റഫസു ഇലാ നിസായിക്കും. റമദാനിന്റെ നോമ്പിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളുമായി സംസർഗം അനുവദിക്കപ്പെട്ടു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. എന്നാൽ അതൊക്കെ അറിയാം. എന്നാൽ ചില ആളുകൾക്ക് ഉണ്ടാകാവുന്ന സംശയം എന്താണ്? രാത്രിയിൽ ഇങ്ങനെ ജനാബത്തുണ്ടായി, രാത്രിയിൽ ഇങ്ങനെ വലിയ അശുദ്ധി ഉണ്ടായി, സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് കുളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഒരാളിങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ടു, അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ
വേഗം കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ പിന്നെ സുബഹി ബാങ്ക് വിളിച്ച് കേട്ടിട്ട് അയാൾ എഴുന്നേൽക്കുന്നത്. അപ്പൊ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, കുളിക്കല് ബാങ്ക് കൊടുത്തില്ലേ, ഇപ്പൊ കുളിച്ചിട്ടോട്ടില്ലതാനും, നിന്റെ നോമ്പ് ബാത്തിലായോ, അതെന്റെ നോമ്പിനെ ബാധിക്കുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം എന്താണ്? കാന യുസ്ബിഹു ജുനുബൻ മിൻ ഗൈരി ഇഹ്തിലാമിൻ സുമ്മ യഗ്തസിലു ഫയസൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ജനാബത്തുകാരനായിരിക്കെ സുബഹിയിൽ പ്രവേശിക്കാറുണ്ട്. അഥവാ ഫജ്റാകുന്ന സമയത്ത് നബി തങ്ങൾ കുളിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോഴൊക്കെയും വലിയ ശുദ്ധി ഉണ്ടായിരിക്കെ അവിടുന്ന് കുളിക്കാതെ തന്നെ സുബഹി ബാങ്ക് കേട്ടിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പോയി കുളിക്കും, ശുദ്ധിയാകും, പിന്നെ നമസ്കാരത്തിന് പോകും. അപ്പൊ നമസ്കാരം ഖളാ ആകുന്നതിന്റെ മുമ്പ്, നമസ്കാരത്തിന്റെ ജമാഅത്ത് നമുക്ക് നഷ്ടമാകുന്നതിന്റെ മുമ്പ് കുളിക്കണം എന്നേയുള്ളൂ. ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പേ കുളിച്ച് ശുദ്ധി വരുത്തണം എന്ന് നിയമമില്ല. അങ്ങനെ അശുദ്ധിയോടുകൂടി ഒരാൾ സുബഹി ബാങ്ക് കേട്ട് സുബഹിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും അവന്റെ നോമ്പിന് അതുകൊണ്ട് യാതൊരു ഭംഗവും നേരിടാനില്ല. ഇനി ഉണ്ടാകുന്ന ഒരു സംശയം സ്വപ്നസ്ഖലനമാണ്. സ്വപ്നത്തിലുണ്ടാകുന്നതാണല്ലോ. സ്വപ്നത്തിൽ ആളുകൾക്ക് സ്ഖലനം സംഭവിച്ചു. അപ്പൊ പകല് ചിലപ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോ പകൽ സമയത്തിന് നോമ്പുകാരനായിരിക്കും, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അവൻ ആ സ്വപ്നത്തിൽ സ്ഖലനമുണ്ടായി കഴിഞ്ഞാൽ എന്താണ്? നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയില്ല. കുളി നിർബന്ധമായി എന്നതല്ലാതെ അവന്റെ നോമ്പിന് ഒരു നിലക്കും അത് ബാധിക്കുന്നില്ല. അതേ അവസരത്തിൽ കരുതിക്കൂട്ടി ചെയ്താലോ നോമ്പ് മുറിയും, അതിൽ യാതൊരു സംശയവുമില്ല. തന്റെ ഇണയുമായി ശാരീരികമായ ബന്ധം പകൽ സമയത്ത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നോമ്പുകാരനായിരിക്കെ ഒരാൾ എന്തു ചെയ്തു? തന്റെ ഇണയുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വമ്പിച്ച കഫാറത്താണ് ഇസ്ലാം അതിന് നിശ്ചയിച്ചിട്ടുള്ളത്. അത് വലിയ പാപമാണ് ആ ചെയ്തത്. 2-3 കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നെന്താ? ഒന്ന്, ആ നഷ്ടപ്പെട്ട നോമ്പ് അവൻ്റെത് പോയി. തന്റെ ഇണയുമായി ഒരാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പകല് സമയത്ത് റമദാനിൽ, എങ്കിൽ അതിന് വലിയ കുറ്റമാണ്. ഒന്ന്, ആ ദിവസത്തെ നോമ്പ് അവൻ ഖളാ വീട്ടണം. ഒന്ന്. രണ്ടാമത്തത്, അള്ളാഹുവിനോട് ഇനി മേലാൽ ഇത് ആവർത്തിക്കില്ല എന്ന് പടച്ചവനോട് മനസ്സ് കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. മൂന്നാമത്തതോ പ്രായശ്ചിത്തവും കൊടുക്കണം. എന്താ പ്രായശ്ചിത്തം? 3-1 പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്. അത് ഓരോന്നും തർത്തീബനുസരിച്ച. ഒന്നുകിൽ അടിമകളുള്ള കാലമാണെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കലാണ്, ഇന്നിപ്പോ അതില്ല. രണ്ടാമത്തതോ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. ഇനി അവൻ ആ പൂതി ഉണ്ടാകാൻ പാടില്ല എന്നാണ്. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്നാണ്. ഷഹ്റൈനി മുതതാബിഐനി, അതിന്റെ ഇടക്ക് വിട്ടുപോയാലോ? ഇടയ്ക്കൊരു ദിവസം 2 മാസം 36 ദിവസം നോമ്പെടുത്ത് തുടർച്ചയായിട്ട് 37ാമത്തെ ദിവസം നോമ്പെടുത്തില്ല, പോയി പിന്നെ തലക്കഥ തുടങ്ങണം. 2 മാസം തുടർച്ച, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്നാണ്. അതിനൊരാൾക്ക് കഴിയില്ല, അത്രയും അയാൾക്ക് അതുപോലെ രോഗിയാണ്, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാണ് എങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു. അയാൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നശിച്ചത് തന്നെ, എന്തുണ്ടായി? ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമയെ മോചിപ്പിക്കാൻ എന്റെ അടുത്ത് അതിനുള്ള വകുപ്പില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു, നീ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം, ആരോഗ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പറഞ്ഞു. എന്റെ അടുത്ത് അതിനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, മിസ്കീനാണ്, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളൊരു ഈത്തപ്പഴക്കൊട്ട അങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു ഈത്തപ്പഴത്തിന് വലിയൊരു കൊട്ട കൊണ്ടുവന്ന് അതിൽ മുന്തിരി ഈത്തപ്പഴമൊക്കെ ഉള്ള ഒരു പഴക്കൊട്ട കൊണ്ടുവന്ന് സമർപ്പിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നാ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ഈ ചെയ്ത പണിക്ക് കഫാറത്തായി ഇതാണ്ട് വിതരണം ചെയ്യും, പാവങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇന്നേക്കാണ് മിസ്കീന്മാർക്കാണോ കൊടുക്കേണ്ടത്? ആ അതെ. ഇന്നേക്കാണ് ഒരു മിസ്കീനും പരിസരത്തൊന്നുമില്ല, എന്നാ പിന്നെ എനിക്ക് അതാണ് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്ലാമിന്റെ വിധിയാണ് ആ പറയുന്നത്. അതൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാ. അക്ഷരാർത്ഥത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഹാബിമാര്, അതെ, അവരുടെ ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഒന്ന് സുഖിച്ച് ജീവിക്കണം. അവരൊക്കെ വലിയ മഹാന്മാര്, വലിയ രൂപത്തിലുള്ള വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും വളരെ ഇബാദത്തുകളൊക്കെ നിർവഹിച്ച കാലഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ ഏറ്റവും വലിയ ഫൈനുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ചില ആൾക്കാർ ഇപ്പൊ വിളിച്ചു ചോദിക്കാണ്, ഞാനിപ്പോ 1.5 കൊല്ലായി നാട്ടിൽ പോയിട്ട്, റമദാൻ ഒരു 15 ഞാൻ നാട്ടിലെത്തും, എനിക്ക് വല്ല വകുപ്പുണ്ടോ? ഒരു വകുപ്പില്ല, യാതൊരു വകുപ്പില്ല. ഒരു നിലക്കും കൺട്രോൾ കിട്ടൂലേ? ശവ്വാൽ 1 കഴിഞ്ഞിട്ട് പോയാൽ മതി.
ചൊവ്വാൽ 1 പോയാൽ മതി. ഒരു നിലക്കും കൺട്രോൾ കിട്ടൂലെങ്കിൽ യാതൊരു നിവൃത്തി. ഇതിൽ പ്രവാസിനോ ഇപ്രവാസിനോ വിദേശി പരദേശി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇതിലൊരു ഇളവും ഇല്ല. അപ്പൊ വേറെ ചില ആളുകൾ ചില ഫത്വ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഈ സൂത്രപ്പണികൾ ഒപ്പിക്കലേ ഇസ്ലാമികമായിട്ട് എന്താണ്? ഇത് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ? നമ്മളാണ് ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കുടിക്കാം. നോമ്പ് മുറിഞ്ഞല്ലോ, ഇതുകൊണ്ടല്ലല്ലോ മുറിച്ചത്. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. ആരെയാ സഹോദര പറ്റിക്കുന്നത്? ആരാ ഈ ഫത്വയൊക്കെ പറഞ്ഞു തന്നത്? ആരാ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത്? ഇസ്ലാം എന്താ കളിയാ? പടച്ച റബ്ബിന്റെ ദീനുകൊണ്ടാ കളി? പാടില്ല. അതുകൊണ്ട് പ്രവാസിയല്ലേ, 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വരില്ലേ, കുറഞ്ഞ ദിവസേ ലീവുള്ളൂ. എന്റെ ലീവ് നീട്ടല്ലാതെ നിവൃത്തിയൊന്നുമില്ല. ഇതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് അത് ചെയ്തു പോയാൽ 2 മാസം തുടർച്ചയായി നോമ്പെടുത്തോളും. ഇനി ഭാര്യയും ഭർത്താവും രണ്ടാളും നോൽക്കണോ? പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചെയ്യണോ? ഇതിന് പണ്ഡിതന്മാര് പറഞ്ഞ മറുപടി, ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച നടന്നതിന് ശേഷം പണ്ഡിതന്മാര് പറഞ്ഞത്, ഭാര്യയും ഭർത്താവും സ്വമേധയാ രണ്ടാളും ഇടപെട്ടുകൊണ്ട് സ്വമേധയാ ചെയ്തതാണോ? രണ്ടാൾക്കും ബാധകം. അപ്പൊ പിന്നെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യും? ഇടക്ക് മാസമുറ വരൂലേ? അതിന് പിന്നെ അവർക്ക് ഇടക്കാലത്ത് മാസമുറ വരുന്നത് കൊണ്ട് അവർക്ക് പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളെ തുടർച്ചയായി 2 മാസമായി കണക്ക് കൂട്ടിയാൽ മതി. ആണുങ്ങൾക്ക് അളവൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് പിന്നെ അങ്ങനെ ഇടക്ക് ഓരോ മാസങ്ങളിൽ ഒഴിവ് വരും എന്നുള്ളത് കൊണ്ട് നോമ്പെടുക്കാൻ നിവൃത്തിയില്ലല്ലോ. എന്നാൽ പുരുഷൻ നിർബന്ധിച്ചതാണ്. പെണ്ണപ്പോഴും പറഞ്ഞു ഞാൻ ചെയ്യില്ല. അങ്ങനെ ഇവൻ ബലാത്സംഗം ചെയ്യും പോലെ ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് ഗതികെട്ട് ആക്കിയാണെങ്കിൽ അത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ കഫാറത്ത് ബാധകല്ല. പുരുഷനാണ് അതിന്റെ കുറ്റക്കാരൻ. അവനാണ് ഇത് ചെയ്യേണ്ടത്. അവനാണ് ഈ കഫാറത്ത് അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് ഈ വിഷയത്തിലെ നിയമം. അടുത്ത നിയമം എന്താണ്? ചുംബനം നടത്താൻ പറ്റുമോ? കൂടെ കിടക്കാമോ? നോമ്പ് കാലത്ത് പകൽ സമയത്ത് ഭാര്യയുടെ കൂടെ കിടക്കാൻ ചുംബനം ചെയ്യുക, അതൊക്കെ പാടുണ്ടോ? നോമ്പ് മുറിയുമോ? ഇസ്ലാമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്താണ് അതിന്റെ നിയമം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ 2 സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മറുപടിയാ കൊടുത്തത്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, നല്ലൊരു യുവാവ് വന്നിട്ട് ചോദിച്ചു, നബിയെ ഞാൻ എന്റെ ഭാര്യയെ ചുംബിക്കാമോ എന്ന് ചോദിച്ചു. നോമ്പുകാരനായിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂല. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ശൈഖ്, നല്ല വൃദ്ധനായ ഒരാളാണ്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ? നോമ്പുകാരനായിരിക്കും. ഓ ചുംബിക്കാലോ എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, അവര് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ നോമ്പുകാരനായിരിക്കെ ഞങ്ങളെ ചുംബിക്കാറുണ്ട്. നബി തങ്ങൾ നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിക്കാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ ഉമ്മമാരൊരു ചോദ്യം ചോദിക്കാണ്, അയ്യുക്കും യംലികു റുബഹു, നിങ്ങളുടെ കൂട്ടത്തിൽ കൺട്രോൾ ഉള്ളവർ എത്ര പേരുണ്ട്? എന്നിട്ട് നമ്മുടെ ഉമ്മമാര് പറയുന്നുണ്ട്, വലാകിന്നഹു അംലകുകും ലിഇർബിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല കൺട്രോൾ ഉള്ള മനുഷ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൺട്രോൾ വിടുന്നവരാ പണിക്ക് പോണ്ടാൽ. അപ്പൊ അതുകൊണ്ട് ചുംബനത്തിലൂടെയോ ചിലപ്പോ നോട്ടത്തിലൂടെയോ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരാൾക്ക് ഇങ്ങനെ നോമ്പിന് സമയത്ത് ഇങ്ങനെ ഒരു വികാരം വന്നു, അതുപോലെ തന്നെ ഇങ്ങനെ നോക്കി എന്തോ ഒന്ന് അവന്റെ മനസ്സിൽ ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചിന്ത വന്നിട്ട് സുരതജലം എന്ന് പറയും, അത് മനിയല്ല, ശുക്ലമല്ല. ശുക്ലം വരുന്നതിന്റെ മുമ്പ് ലൈംഗികമായ മോഹമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത, അതല്ലെങ്കിൽ ഒരു നേരിയ പാനീയമാണ്, വെള്ളമാണ്. അത് വരുന്നത് കൊണ്ട് അത് നജസാണ്, കഴുകി വൃത്തിയാക്കണം, ഉളു മുറിയും എന്നതല്ലാതെ അത് നോമ്പിനെ ഒരു നിലക്കും ബാധിക്കുകയില്ല. അതാണ് നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തനിക്കങ്ങനെ കൺട്രോൾ കിട്ടും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചുംബനം കൊണ്ട് മാത്രം ഉളു മുറിയൂല, അങ്ങനെ കൂടെ കിടക്കുന്നത് കൊണ്ട് മാത്രം നോമ്പ് മുറിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ വല്ലാത്ത അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു. എന്താ ഉമറെ സംഭവിച്ചത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭാര്യയെ ചുംബിച്ചു പോയി നോമ്പുകാരനായിരിക്കെ. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇനി വായിൽ വെള്ളം കൊപ്പിക്കലില്ലേ? വായിൽ വെള്ളാക്കി തുപ്പലില്ലേ? ആ ചെയ്യലുണ്ട്. അതുപോലെ എന്നല്ലാതെ എന്താ? അതുകൊണ്ട് തിരക്കടൊന്നുമില്ല.
എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. അപ്പൊ കൺട്രോൾ കിട്ടുമെന്നുണ്ടെങ്കിൽ, അപകടമൊന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് നോമ്പിന് തിരക്കടൊന്നുമില്ല. മറിച്ച് ഈ രൂപത്തിലുള്ളത് ഇങ്ങനെ ചെയ്തു തുടങ്ങി അത് വലിയ ഒരു പാപത്തിലേക്ക് എത്തുമെന്ന് കണ്ടാൽ അരുത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരൻ, അവന് കൺട്രോൾ കുറവായിരിക്കും, അവനോട് പാടില്ല എന്നും വയോവൃദ്ധനായ ഒരാൾ വന്നപ്പോ കുഴപ്പമില്ല എന്നും പറയാൻ കാരണം അതാണ് നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി ഇഞ്ചക്ഷൻ അടിക്കുന്നതിനെ പറ്റിയുള്ള വിധി എന്താണ്? പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഇഞ്ചക്ഷൻ, ഇപ്പൊ പല്ലെടുക്കുമ്പോൾ മോണക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കണല്ലോ. അതുപോലെ തന്നെ ശരീരത്തിൽ മരുന്ന് രോഗമുണ്ട്, എവിടെയെങ്കിലും ഇഞ്ചക്ഷൻ കൊടുക്കുക, പനി മറ്റേതെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു വിരോധവും ഇല്ല. അതേ അവസരത്തിൽ ശാരീരികമായ ക്ഷീണമറിയാതിരിക്കാനുള്ള ഗ്ലൂക്കോസ് പോലെയുള്ളത് അങ്ങനത്തൊന്നും പാടില്ല. മരുന്നായിട്ട് നൽകപ്പെടുന്ന ഇഞ്ചക്ഷൻ അതിന് വിരോധമില്ല. ബ്ലഡ് എടുക്കാൻ, പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കാമോ? വിരോധമില്ല, നോമ്പ് മുറിയുന്നതല്ല. പല്ലെടുക്കാമോ? പോയിട്ട് പല്ലെടുക്കാം, വിരോധമില്ല, അതിനൊന്നും ഒരു തകരാറുമില്ല. ഇൻഹീലർ ഉപയോഗിക്കാമോ? അങ്ങനെ ശ്വാസം മുട്ടുള്ള ആളുകൾക്ക് ഒരു സാധനം ഇങ്ങനെ അടിച്ചാൽ ഒന്നും അവർക്ക് കയറാനില്ല, ശ്വാസം ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അടിച്ചാൽ ഒരാശ്വാസം കൂടെ കൊണ്ടു കിടക്കും. അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുകയില്ല. ഭക്ഷണത്തിന്റെ രുചി നോക്കാം. സ്ത്രീകൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന നേരത്ത് ഭക്ഷണത്തിന്റെ രുചി അറിയുന്നത് നാവിലാണ്. നാവ് കൊണ്ട് രുചി നോക്കി ഉടനെ തന്നെ അത് തുപ്പിക്കളയാം, അല്പം പോലും ഉള്ളിലേക്കാക്കാതെ സൂക്ഷ്മതയോടുകൂടി. അതുപോലെ മൂക്കിൽ നിന്നൊരാൾക്ക് ചോര വരുന്നു, പല്ലിൽ നിന്ന് ചോര വരുന്നു, മുറിവിൽ നിന്ന് ചോരയും ചലവും ഒലിക്കുന്നു, നോമ്പിനെ വല്ല നിലക്കും ബാധിക്കുമോ? ഇല്ല. അതുകൊണ്ടൊന്നും നോമ്പിനെ ബാധിക്കുകയില്ല. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സഹോദരന്മാരെ, നോമ്പിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആളുകൾ പലപ്പോഴും അതത്ര പ്രശ്നമല്ല എന്ന് കരുതുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത്താഴം. അത്താഴത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ അതിന് പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തസഹറൂ ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അത്താഴ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് രണ്ട് രൂപത്തിലുള്ള ബർക്കത്ത് കിട്ടുന്നുണ്ട്. ഒന്ന്, ശാരീരികമായി നമുക്ക് പോഷണം, നമ്മുടെ നോമ്പിന് ആരോഗ്യം നിലനിർത്താൻ ശാരീരികമായി നമുക്ക് ആ ഭക്ഷണത്തിലൂടെ ബർക്കത്ത് കിട്ടുന്നു. മറ്റൊന്ന്, ആ നേരം, ആ സമയം. അല്ലാഹു തആല യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇദ് ദുനിയാ, നമ്മോടടുത്ത ആകാശത്തിലേക്ക് റബ്ബുൽ ആലമീൻ ഇറങ്ങി വരുന്ന സമയമാണത്. ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ തരാം, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ ഞാൻ പൊറുത്തു കൊടുക്കാം, ആരുണ്ട് എന്നോട് തൗബ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞു തൗബ ചെയ്യാൻ ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം എന്ന് പറയുന്ന നേരമാണ്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ വിചാരിക്കുമെന്ത്, അത്താഴം എന്ന് പറയുന്നത് വളരെ നേരത്തെ കഴിച്ചങ്ങ് കിടക്കാം. അത്താഴം പിന്തിക്കലാ സുന്നത്ത്. അത്താഴം പിന്തിക്കുക. നബിതങ്ങളുടെ അത്താഴ ഭക്ഷണത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടക്ക് 50 ആയത്ത് ഓതുന്ന സമയം മാത്രമേ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും പിന്തിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചത്. മാത്രമല്ല, ആ ഭക്ഷണം ബർക്കത്തുള്ള ഭക്ഷണമാണ്. ആ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ വളരെയേറെ ഉത്സാഹം കാണിക്കേണ്ടുന്ന നേരമാകുന്നു. മറ്റവസരങ്ങളിലൊന്നും നമുക്ക് കിട്ടാത്തൊരു പ്രത്യേകമായ അവസരം. എല്ലാ ദിവസവും അല്ലാഹു തആല ഈ പ്രത്യേക ഓഫർ പറഞ്ഞിട്ടുണ്ട്. റമളാനിലാകുമ്പോൾ അതിന്റെ പുണ്യവും മഹത്വവും കൂടുകയാണ്. അതുകൊണ്ട് ആ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഒരു ഇറുക്ക് വെള്ളമെങ്കിലും, ഒരു കാരക്കയെങ്കിലും, അല്പം ഈത്തപ്പഴമെങ്കിലും ഭക്ഷിച്ചുകൊണ്ട് ആ സമയത്തിന്റെ ആ ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ്. നമ്മളും ക്രിസ്ത്യാനികളുടെയും മറ്റുള്ളവരുടെയും നോമ്പിന്റെ വ്യത്യാസം തന്നെ എന്താണ്? അവർ അത്താഴം കഴിക്കൂല. ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അക്കലത്തുസ് സഹർ, അത്താഴ ഭക്ഷണമാണ് നമ്മുടെയും വേദക്കാരുടെയും നോമ്പിന്റെ ഇടക്കുള്ള വ്യത്യാസം. അഹ്ലി കിതാബുകാർ അത്താഴം കഴിക്കൂല. നമ്മൾ അത്താഴം കഴിക്കാൻ ഒരു മടിയുള്ളൊരു അവസരമായി ഇപ്പോ. എന്താണെന്നറിയോ? രാത്രി ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോ തന്നെ നേരം കുറയാവും. സുബഹിയാണെങ്കിൽ നേരത്തെയാണ്. അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ ഒരു അത്താഴത്തിന് നീക്കുക, അതൊരു ശരിയല്ല. എനിക്കതൊന്നും ആവശ്യമില്ലാന്നേ. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യമുള്ള മനുഷ്യനാ, അതുകൊണ്ട് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചാണ് കിടന്നുറങ്ങും. പിന്നെ സുബഹിക്ക് എഴുന്നേൽക്കാന്നല്ലാതെ അതിന്റെ ഇടയ്ക്ക് അത്താഴം കഴിക്കലൊന്നുമല്ല, പാടില്ല സഹോദരന്മാർ. മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കരുത്. ഇൻ കേസ് നമ്മൾ ഉറങ്ങിപ്പോയി ഒരു ദിവസം അത്താഴം കിട്ടിയില്ലെങ്കിൽ നോമ്പിന് തകരാറൊന്നുമില്ല എന്നതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് വലിയൊരു പുണ്യമാണ് നഷ്ടപ്പെടുന്നത്.
അതുകൊണ്ട് അത്താഴം കഴിച്ചിരിക്കണം. കുറഞ്ഞ സമയമാണെങ്കിലും ആ സമയത്ത് എഴുന്നേൽക്കൽ വലിയ പാടന്നെയാണ്, വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ ആ പ്രയാസം സഹിക്കുന്നതും ഒരു ഇബാദത്ത്, അതിനും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം. അതുകൊണ്ട് എത്ര വൈകി നിങ്ങൾ കടന്നാലും ഒന്ന് എഴുന്നേറ്റ് സുബഹിയുടെ മുമ്പ് ഒരു മുറുക്ക് വെള്ളോ അല്പം പാലോ അല്പം എന്തെങ്കിലും ഒന്ന് ആ സമയത്ത് നിങ്ങൾ കഴിക്കണം. താഴെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്, ആ സമയവും ബറക്കത്തുള്ളതാണ്, അത്താഴ ഭക്ഷണത്തിലും ബറക്കത്തുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ശാരീരികമായും ആത്മീയമായും നമുക്കതുകൊണ്ട് ഔന്നത്യം നേടിയെടുക്കാൻ സാധിക്കുന്ന ഭക്ഷണവുമാണ്, നേരവുമാണ്. അതുകൊണ്ട് ആരും അത്താഴം ഒഴിവാക്കരുത്. പിന്നെ പണ്ട് കാലത്ത് പറയും അത്താഴമൊക്കെ വളരെ നേരത്തെ കഴിക്കണം, നേരത്തെ കഴിക്കണം, നല്ലോണം വിശന്നിട്ട് നോമ്പ് തുടങ്ങണം എന്നൊക്കെയാണ് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ കേട്ടുകേൾവികളും ഊഹപ്രചരണങ്ങളും ഒക്കെ. അതൊന്നും സഹോദരന്മാരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്താഴ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മുലയൂട്ടുന്ന മാതാക്കളായ ആളുകൾ, ഇനി ആർക്കൊക്കെ നോമ്പിന്റെ കാര്യത്തിൽ ഇളവുണ്ട്, നോമ്പിന്റെ കാര്യത്തിൽ ആർക്കൊക്കെ ഇളവുണ്ട്? നോമ്പ് രോഗികളായ ആളുകളാണെങ്കിൽ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ രോഗികളാണെങ്കിൽ നിങ്ങൾ പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. ഒരാൾക്ക് രോഗം, എന്താണ് ഈ രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോമ്പ് നോറ്റാൽ രോഗം കൂടും, അല്ലെങ്കിൽ നോമ്പ് നോറ്റാൽ രോഗശമനം വൈകും, അതല്ലെങ്കിൽ നോമ്പ് ഈ രോഗവുമായി നോക്കാനേ പാടില്ല. ആ നിലക്കുള്ള രോഗം, അല്ലാതെ കേവലം ഒരു തലവേദനയല്ല, കേവലം ഒരു പനിയല്ല. നോമ്പ് നോറ്റാൽ ഈ രോഗം കൂടും, രോഗശമനത്തിന് കാലതാമസം നേരിടും, അല്ലെങ്കിൽ രോഗവും ഈ നോമ്പുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണെങ്കിൽ നോമ്പുകാരൻ എന്ത് ചെയ്യാം? നോമ്പിന് ഈ പകരം പിന്നീട് അവൻ നോറ്റ് വീട്ടിയാൽ മതി. എന്നാൽ ചില രോഗികൾ ഉണ്ടാകും. എങ്ങനത്തെ രോഗികൾ? അവരുടെ രോഗം മാറുന്ന പ്രതീക്ഷയില്ലാത്ത രോഗികളാണ്. കാലാകാലം രോഗമാണ്, അദ്ദേഹത്തിന് ഇനി റമളാൻ കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല. എങ്കിൽ എന്ത് ചെയ്യണം? ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീനിന് ഭക്ഷണമായി കൊണ്ടവൻ ഫിദിയ കൊടുക്കണം. എന്താണ് ഫിദിയ? പ്രായശ്ചിത്തം. ഒരു മിസ്കീനിന് ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണമാണോ, ഒരു നേരത്തെ ഭക്ഷണമാണോ? ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരം ആഹരിക്കാനുള്ള ഭക്ഷണം. സാധാരണഗതിയിൽ അരിയൊക്കെ കണക്കാക്കുകയാണെങ്കിൽ പണ്ഡിതന്മാര് സാധാരണ അര സ്വാഴ് എന്നാണ് കണക്കാക്കിയത്. അര സ്വാഴ്. നമ്മൾ സാധാരണ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഒരു സ്വാ അല്ലേ? സ്വാഴ് അരയാവുമ്പോ ഒരു 1.25 കിലോ, 1 കിലോനിലധികം അരി കൊടുത്താൽ മതി, പാചകം ചെയ്യാത്ത നിലയ്ക്ക്. ഇനി പാചകം ചെയ്ത ഭക്ഷണമാക്കി കൊടുക്കുകയാണെങ്കിലോ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം, മഹാനവറുകൾ അദ്ദേഹത്തിന് 30 നോമ്പ് ബാക്കിയുണ്ടായപ്പോൾ, ആ നിലക്കായ പ്രത്യേകം ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ 30 മിസ്കീന്മാർക്ക് ഒന്നിച്ചൊരു നേരം ഭക്ഷണം കൊടുത്തു എന്നാണ്. 30 ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് 30 ആളുകൾക്ക് 30, അതായത് 30 നോമ്പിന്റെ ബദലായിട്ടൊരു നേരത്തെ ആഹാരം അവർക്ക് നൽകി. അപ്പൊ റമളാനിന്റെ മുമ്പ് കൊടുക്കേണ്ടതില്ല, കഴിഞ്ഞതിന്റെ ശേഷം. ഇപ്പൊ ഇന്ന് നഷ്ടമായി എങ്കിൽ നാളെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഒരു നേരത്തെ ആഹാരമാണ് ഫിദിയയായി നൽകേണ്ടത്. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രായമായ ആളുകളുണ്ടാവും, അവർക്ക് ഇനി നോമ്പെടുക്കാനൊന്നും കഴിയില്ല, വളരെ പടുവൃദ്ധനായി കിഴവനാണ്, ഒന്നും ഇനി നോമ്പെടുക്കാൻ കഴിയില്ല, അത്രയും ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നിലക്കുള്ള രോഗമാണ്, മാറുന്ന പ്രതീക്ഷല്ല. ഈ വകുപ്പിലാണ് ചില പണ്ഡിതന്മാര് ഗർഭിണികളെയും മുലയൂട്ടുന്ന ഉമ്മമാരെയും പരിഗണിച്ചത്. ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന ഉമ്മമാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തെ അവർക്ക് പിന്നിട്ടു, അപ്പോഴേക്ക് പിറ്റേ കൊല്ലം മുലയൂട്ടൽ വന്നു, വീണ്ടും അവർ ഗർഭിണിയായി. ഇങ്ങനെ കൊല്ലങ്ങളോളം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗർഭവും മുലയൂട്ടലും വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് പിന്നെ ഇത് എടുത്തു വീട്ടൽ വളരെയേറെ പ്രയാസമാകും. അതുകൊണ്ട് അവർക്ക് ഈ നോമ്പിന് പകരമായി പ്രായശ്ചിത്തം നൽകിയാൽ മതി എന്നഭിപ്രായപ്പെടുന്ന സഹാബിമാരും താബിഈങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അവർ നോറ്റ് വീട്ടാൻ എപ്പോഴെങ്കിലും അവർക്ക് സാധിക്കുമോ എങ്കിൽ അവർ നോറ്റ് വീട്ടുക തന്നെയാണ് വേണ്ടത്. നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞു, ഈ രോഗിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. കണ്ടോ,
യാത്രക്കാരനാണെങ്കിലും അവൻ മറ്റു ദിവസങ്ങളിൽ നോറ്റ് വീട്ടിയാൽ മതി. ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്രയിലെ നോമ്പ് പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വളരെയേറെ കൃത്യമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. യാത്രക്കാരന് നോമ്പ് മുറിക്കാം, അള്ളാഹ് നൽകിയ ഇളവാണ്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅതാ റുഖസുഹു കമാ യുഹിബ്ബു അൻ തുഅതാ അസായിമുഹു. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഇളവുകളെ നമ്മൾ എടുക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. എന്നാൽ യാത്രക്കാരന് എപ്പോഴും നോമ്പ് മുറിച്ചോളാൻ നിർബന്ധമുണ്ടോ? നോമ്പ് എടുക്കാനേ പാടില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് യാത്രക്കാരനായാലും നോമ്പെടുക്കുന്നതിന് അയാൾക്ക് വിഷമൊന്നുമില്ല. അതുകൊണ്ട് അയാൾ നോമ്പെടുക്കുകയാണെങ്കിലോ ഒരു തകരാറുമില്ല. ഒരാൾക്ക് വിഷമം തോന്നുന്നുണ്ട്, അതൊക്കെ ഓരോ വ്യക്തികളെ പരിഗണിച്ചുകൊണ്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹാബത്ത് പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, കുന്നാ നുസാഫിറു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുഅബി സ്സായിമു അലൽ മുഫ്തിരി വലൽ മുഫ്തിറു അലസ് സായിമി. ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ യാത്രയിലായിരിക്കെ, നോമ്പുകാരായിരിക്കെ റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങളെ യാത്ര പോകാറുണ്ട്. അങ്ങനെ യാത്രയിലാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നോമ്പെടുക്കുന്നവരുമുണ്ടായിരുന്നു, നോമ്പ് മുറിക്കുന്നവരുമുണ്ടായിരുന്നു. ഓരോരുത്തരെ പരിഗണിച്ചുകൊണ്ട് ശാരീരികമായിട്ട് ചിലർക്ക് യാത്ര എത്ര ചെയ്താലും ഒരു ക്ഷീണമൊന്നും ഉണ്ടാവില്ല, നോമ്പെടുക്കാം. ചിലർക്ക് കുറഞ്ഞ യാത്ര മതിയാവും, യാത്ര എന്ന് പറയാവുന്ന ദൂരത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് കഴിയുണ്ടാവില്ല. അപ്പൊ ഇളവുണ്ട്, എടുക്കുന്നവൻ എടുക്കാം, എടുക്കണ്ടാത്തവൻ എടുക്കണ്ട. സഹാബത്ത് പറയാണ്, അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പെടുക്കുന്നവർ നോമ്പെടുക്കാത്തവരെ ആക്ഷേപിക്കാറില്ല. നോമ്പെടുക്കുന്നവര് നോമ്പില്ലാത്തവരെ ആക്ഷേപിക്കാറില്ല, നോമ്പില്ലാത്തവർ നോമ്പെടുക്കുന്നവരെയും ആക്ഷേപിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഇളവുണ്ട്. യാത്രക്കാരനാകുമ്പോൾ അതിനൊരു അവസരം നമുക്കുണ്ട്. അതേ അവസരത്തിൽ ഒരാൾ തളർന്ന് വിവശനായിട്ട് ഒരാൾ നോമ്പെടുത്ത് കഷ്ടപ്പെട്ട് വീഴാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലായിക്കൽ ഉസാത്ത്, അവര് പാപികളാണ്. ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തേ? വളരെ പ്രയാസം സഹിച്ച് തളർന്ന് വീഴാണ് ഒരാൾ നോമ്പെടുത്തിട്ട് യാത്രയില്. പറഞ്ഞു പാടില്ല. മാത്രല്ല അവിടുന്ന് പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ് സഫർ, യാത്രയിൽ നോമ്പെടുക്കുന്നത് പുണ്യമില്ല എന്നുവരെ പറയേണ്ടി വന്നു. അതാരോടാ? വളരെ പ്രയാസം സഹിച്ചു, എന്നാലും ഞാൻ എടുത്തേ പറ്റൂ, എടുക്കും എന്നൊരു വാശിയോടുകൂടി ദാഹിച്ച് വീണിട്ടുണ്ട്, ഇത്തിരി വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ പോലും വെള്ളം മുറിക്കണില്ല. അങ്ങനെയൊന്നും ശാരീരികമായി പീഡനം അനുഭവിപ്പിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാം. എനിക്ക് യാത്രയിൽ എടുക്കാൻ കഴിയോ? ബുദ്ധിമുട്ടില്ലേ? എടുക്കാം. എടുക്കുന്നതിന് വിരോധമല്ല. കഴിയൂലേ? വേണ്ട. നിനക്ക് സാധിക്കുമെങ്കിൽ, നീ ഉദ്ദേശിക്കുമെങ്കിൽ നോമ്പെടുത്തോ. നിനക്ക് ഉദ്ദേശമില്ലേ, നിനക്ക് സാധിക്കൂലേ എങ്കിൽ നീ മുറിച്ചോ. ഇതാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. എരി സഹോദരന്മാരെ, നോമ്പുമായി സമൂഹത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്. ആളുകൾ ചെയ്യുന്ന കുറെ അനാചാരങ്ങൾ. ആദ്യം തന്നെ ഒരു നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നിയ്യത്താണ്. നിയ്യത്ത്. എന്താ ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ എന്നാണ്. അതിന്റെ കേന്ദ്രം മനസ്സാണ്. എന്നാൽ ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഇങ്ങനെ ഇശാനിസ്കാരം കഴിഞ്ഞിങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഏറ്റുപറയും, നവൈത്തു. അപ്പൊ എല്ലാരും കൂടി നവൈത്തു സൗമഗദിൻ എന്നിങ്ങനെ ആദ്യം അറബിയിൽ പറയും. പിന്നെ ഈ കൊല്ലത്തെ അദായെ ഫർളായെ റമളാനിലെ നോമ്പിനെ എന്നിങ്ങനെ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും കൂടെ ചെല്ലുക. ബിദ്അത്താ, തനിച്ച അനാചാരമാണിത് സഹോദരന്മാർ. ദിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥലം ഹൃദയമാണ്. എനിക്ക് നാളെ നോമ്പാണ് എന്ന് ഞാൻ ദൃഢമായി തീരുമാനെടുക്കലാണ് നിയ്യത്ത്. അത് ഫർള് നമസ്കാരത്തിന് സുബഹിക്ക് മുമ്പ് വേണം. സുബഹിയാകുന്നതിന്റെ മുമ്പ് എല്ലാ രാത്രിയിലും നോമ്പിന് നിയ്യത്ത് ഉറപ്പിച്ചിരിക്കണം. എല്ലാ രാത്രിയിലും ഉറപ്പിച്ചിരിക്കണം. സുന്നത്ത് നോമ്പാണെങ്കിൽ സുബഹിക്ക് ശേഷം ആവാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വീട്ടിൽ ചെന്നാല് ഇന്ന് എന്താ ഇവിടെ ഉള്ളത്, വല്ലതും കഴിക്കാണ്ടോ? ഒന്നുമില്ല എന്ന് പറയും നമ്മുടെ ഉമ്മ. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ചിലപ്പോ പറയും ഒന്നുമില്ലെന്ന് ഇവിടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന് എനിക്ക് നോമ്പാ, ഇന്ന് എനിക്ക് നോമ്പാ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നോമ്പുകള് ഫജ്ർ കഴിഞ്ഞാലും തീരുമാനമെടുക്കാം, സൂര്യോദയം നടന്നാലും പിന്നെയൊക്കെ തീരുമാനമെടുക്കാം. അതേ അവസരത്തിൽ ഫർളായ നോമ്പ് രാത്രി തന്നെ തീരുമാനമെടുക്കണം. അഥവാ മഗ്രിബിന്റെ ശേഷം മുതൽ സുബഹിയാകുന്നതിന്റെ ഇടക്കുള്ള സമയത്ത് നാളത്തെ ദിവസം എനിക്ക് നോമ്പാണ് എന്ന് കൃത്യമായ തീരുമാനം എടുക്കണം. അതാണ് നിയ്യത്ത്. സാധാരണ നമ്മളെ കുറിച്ച് പറയാറുണ്ട്, ഇവര് നിയ്യത്ത് കട്ട ആൾക്കാരാണ്.
ഇവർക്ക് നീയത്തില്ലായ്മയല്ല സഹോദരന്മാരെ, നീയത്ത് ചൊല്ലിപ്പറയേണ്ടാന്നാ പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിനും കണ്ടിട്ടില്ലേ ആളുകൾ, ഉളൂവിനാണ് ആളുകൾ നീയത്ത് ചൊല്ലിപ്പറയുന്നത്. നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു വെള്ളം കോരിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ മുഖം കഴുകുന്നതിന്റെ അങ്ങനെ പറയും. എന്നിട്ട് മലയാളത്തിലും പറയും, അറബിയിലും പറയും. നിസ്കാരത്തിന് സഫിൽ വന്നിരുന്ന ഉസ്സല്ലി ലില്ലാഹി തആല ഉസ്സല്ലി ഫർദൽ ജുമുഅ, ജുമുഅ നിസ്കരിക്കുന്നു ഞാൻ ഇമാമിന്റെ കൂടെ 2 റക്അത്തായി ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് അതായി ഫർളായിക്കൊണ്ട് എന്ന് ആദ്യം അറബിയിലും മലയാളത്തിലും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊല്ലി പറയും. സഹോദരന്മാരെ, അതൊക്കെ തനിച്ച അനാചാരാണ്. നമ്മളിതാ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കി നിന്നിട്ട് ഇതാ ജുമുഅ നിസ്കരിക്കാൻ ഇമാമിന്റെ കൂടെ നമ്മൾ മനസ്സിൽ കരുതി ഉറപ്പിക്കലാണ് നിയ്യത്ത്. അതാണ് നോമ്പിന്റെയും കാര്യം അങ്ങനെയാണ്. പക്ഷെ നിയ്യത്തൊന്നും ഇല്ലാതെ ഒരാൾ ഇങ്ങനെയാണ് കടന്നുറങ്ങി രാവിലെയായി, ഒന്നുമില്ല, അയാൾക്ക് നോമ്പിന്റെ ഒരു തീരുമാനമില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല, അയാൾക്ക് ആ നോമ്പ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ എല്ലാ രാത്രിയും നിയ്യത്ത് മനസ്സിൽ കരുതുക. മഗ്‌രിബാണ് കഴിഞ്ഞ മുതൽക്കുന്ന കഴിഞ്ഞ സമയം തുടങ്ങാം. എപ്പോഴും വേണമെങ്കിൽ തീരുമാനം എടുക്കാതെ അയ്യോ ഉറങ്ങിപ്പോയി നേരം വെളുത്തിട്ടാണ് ഓർമ്മ, നോമ്പെടുക്കണം എന്നുള്ള യാതൊരു തീരുമാനവും ഇല്ലായിരുന്നു, അങ്ങനെ അതിന് വേണ്ട ഒരുക്കവും ഇല്ലായിരുന്നു എന്ന്. ഏതായാലും റമദാൻ, ചില പണ്ഡിതന്മാർ പറഞ്ഞു റമദാനിലെ 30 ദിവസത്തിനും വേണ്ടി ആദ്യത്തെ ദിവസം തന്നെയാണ് 30 ദിവസവും ഞാൻ നോൽക്കുന്നു തീരുമാനിച്ചാൽ പോരെ. അത് പോരാന്നാണ് പറ്റുന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് പോരാ. എല്ലാ ദിവസവും അതാത് നോമ്പിന് വേണ്ടി അതാത് രാത്രികളിൽ തന്നെ നിയ്യത്തിനെ തീരുമാനത്തെ ദൃഢവൽക്കരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഓരോ 10ലും പ്രത്യേകമായ ദുആ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ചൊല്ലാറുണ്ട്. ഇപ്പൊ റമദാൻ ആയി കഴിഞ്ഞാൽ ചില മാർക്കറ്റുകാർ, പിന്നെ ഷോപ്പിന്റെ ആളുകൾ, തുണി ഷോപ്പിന്റെ ആളുകൾ, പല ആളുകളും അവരുടെ കച്ചവടത്തിന്റെ പരസ്യം എന്ന നിലക്ക് കമ്പനി പരസ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കാർഡുകൾ ഇറക്കും. ആ കാർഡുകളിൽ കാണാം റമദാനിൽ പ്രത്യേകമായി ചൊല്ലേണ്ടുന്ന ദുആ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അർത്ഥത്തിനൊന്നും തകരാറില്ല. പക്ഷേ റമദാനിൽ പ്രത്യേകം അങ്ങനെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ എപ്പോഴും ചൊല്ലാം, ഏത് കാലത്തും ചൊല്ലാം, അതിന് അർത്ഥത്തിനൊന്നും തകരാറില്ല. അതേമാതിരി ആദ്യത്തെ 10ൽ ചൊല്ലേണ്ടത് എന്താ? ആദ്യത്തെ 10ൽ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ 10ൽ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ 10ൽ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ആദ്യത്തെ 10ൽ പറയാനൊരു പ്രാർത്ഥന, രണ്ടാം 10ൽ ചൊല്ലാനൊരു പ്രാർത്ഥന, അതൊക്കെ ഈ കാർഡ് അച്ചടിച്ചിറക്കുന്ന ആളുകൾ ഇങ്ങനെ ആദ്യത്തെ 10ൽ, രണ്ടാമത്തെ 10ൽ, മൂന്നാമത്തെ 10ൽ. ഇങ്ങനെ ഒരു ധാരണ എവിടുന്നാ വന്നത്? ഒരു ദുർബലമായ സനദ് ശരിയല്ലാത്ത ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് റമദാനിനെ കുറിച്ച്, അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ. റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ കാരുണ്യത്തിന്റെ 10 ദിവസങ്ങളാകുന്നു. അതിലെ മധ്യ 10 ദിവസങ്ങൾ പാപമോചനത്തിന്റെ നാളുകളാകുന്നു. അവസാന 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെ നാളുകളാകുന്നു. ആ ഹദീസ് സ്വഹീഹല്ല. എന്നാൽ ഈ ഹദീസിനെ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 എന്നാ അതിന് യോജിച്ചൊരു ദുആ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ 10 മഗ്ഫിറത്തല്ലേ, എന്നാ അതിന് യോജിച്ചൊരു ദുആ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഒരടിസ്ഥാനമില്ല. റമദാൻ മുഴുവനും റഹ്മത്താ, റമദാൻ മുഴുവനും പാപമോചന നാളുകളാണ്, റമദാൻ മുഴുവനും നരകമോചനത്തിന്റെ ദിവസങ്ങളാണ്. എല്ലാ ദിവസവും പാപികളെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണ് റമദാൻ. അതിൽ അവസാനത്തെ 10 എന്ന പ്രത്യേകതയൊന്നുമില്ല. എല്ലാ ദിവസങ്ങളും ഈ പറയുന്ന 3 ഗുണങ്ങളും റമദാനിനുണ്ട്. എന്നാൽ റമദാനിന്റെ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഖദറിന്റെ രാവായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളിൽ അധികരിപ്പിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ്. എന്നോട് നീ പൊറുക്കണേ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ, എനിക്ക് മാപ്പരുളേണമേ
ഇങ്ങനെ പ്രാർത്ഥിക്കുക. അത് ഖദറിന്റെ രാത്രിയാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ എന്താണ് അധികരിപ്പിക്കേണ്ടത് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതല്ലാതെ കണ്ട് റമദാനിൽ ആദ്യ 10, 2-ാം 10, 3-ാം 10-ൽ പ്രത്യേകം ഒരു ദുആകളും ഇല്ല. ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എപ്പോഴായിരുന്നാലും നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ പറയാം. പ്രത്യേകിച്ച് അതിന്റെ കാര്യത്തിൽ ഒന്നും പ്രത്യേകം വന്നിട്ടില്ല എന്നർത്ഥം. പിന്നെ ചില ആളുകൾ, ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ ആ വിവാദം തുടങ്ങി. എന്താ, ഒരു നാട്ടിലെ സലഫികളുടെ പള്ളി ഉണ്ടാവും, പുറത്ത് സമസ്തക്കാരെ പള്ളി ഉണ്ടാവും. 2 പള്ളിയിൽ നിന്നും 2 നേരത്ത് ബാങ്ക് കൊടുക്കും. സുബഹി അവരുടെ പള്ളിയിൽ 10 മിനിറ്റ് നേരത്തെ കൊടുക്കും, നമ്മുടെ പള്ളിയിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കും. മഗ്രിബ് നമ്മുടെ പള്ളിയിൽ 3 മിനിറ്റ് മുമ്പ് കൊടുക്കും, അവരുടെ പള്ളിയിൽ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കും. ഈ 3 മിനിറ്റിന്റെ വ്യത്യാസം അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ വ്യത്യാസം, അതിനെന്താ അവർ കാരണം പറയുന്നത്? സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് മുമ്പ് ബാങ്കാണ് കൊടുക്കുക. സുബഹി സമയാകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കാൻ പാടുണ്ടോ? സൂക്ഷ്മത പഠിപ്പിക്കേണ്ടത് ആരാ? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. നോമ്പ് മുറിക്കൽ സമയമായാൽ ഉടൻ ചെയ്യുന്നവനാരോ അവരാണ് ഖൈറായവർ. സമയമായ ഉടനെ നോമ്പ് തുറക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ പറയുന്നത്, 1 മിനിറ്റൊക്കെ കഴിഞ്ഞോട്ടെ, എന്താ അത്ര തിരക്ക്, ഏതായാലും ഇത്ര നേരം കാത്തു തിരിഞ്ഞില്ലേ, ഇനിയിപ്പോ 1 മിനിറ്റ് എന്താണ് വൈകണീനെന്താ? സൂക്ഷ്മതക്ക് അതല്ലേ നല്ലത്. ആരാ സുഹൃത്തെ ഈ സൂക്ഷ്മത പഠിപ്പിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളവനും തഖ്വയുള്ളവനും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാകുന്നു. നബി തങ്ങളെക്കാൾ തഖ്വയുള്ളവരുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ സൂക്ഷ്മതയുള്ളവരുണ്ടോ? അവിടുന്നാണ് പറയുന്നത്, അതേ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. ലിയന്നൽ യഹൂദ വന്നസാറാ യുഖിറൂന. യഹൂദികളും നസറാനികളും ഒക്കെ നോമ്പ് തുറക്കൽ പിന്തിപ്പിക്കുന്നവരാണ്. നമ്മുടെ സംസ്കാരമല്ല അത് നമ്മളെ സംസ്കാരമല്ല. അത്താഴം കഴിക്കാതിരിക്കലും സമയായ അങ്ങനെ വൈകിക്കലും ഒക്കെ യഹൂദിയുടെയും നസറാനിയുടെയും പണിയാ, നമ്മുടെ സംസ്കാരമല്ല. നമ്മുടെ സംസ്കാരം അത്താഴം വളരെ പിന്തിച്ച് കഴിക്കുക, വളരെ പിന്തിക്കാൻ നോക്കുക, സമയമായ ഉടനെ നോമ്പ് തുറക്കുക, സൂക്ഷ്മതയ്ക്ക് വേണ്ടി ബാങ്ക് കുറച്ച് നേരത്തെ കൊടുക്കുക, സുബൈക്ക് മഗ്രിബിക്ക് 2-3 മിനിറ്റ് വൈകി കൊടുക്കുക, അതൊന്നും പാടില്ല. ശരിയായ കലണ്ടർ അനുസരിച്ച് തയ്യാറാക്കപ്പെട്ടതാണ് നമ്മുടെ സലഫി മസ്ജിദുകളിലെ ഒക്കെ കലണ്ടറുകൾ. ആ കലണ്ടറുകൾ അനുസരിച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ ഇനി ഒരാൾ ബാങ്ക് കൊടുക്കാൻ കുറച്ച് വൈകിയാലും നമ്മൾ നോമ്പ് തുറക്കാൻ വൈകേണ്ടതൊന്നുമില്ല. ബാങ്ക് കൊടുക്കലല്ല നോമ്പ് തുറക്കുന്നതിന്റെ സമയമാവല അതിന്റെ ഉപാധി. സമയമായി ഉറപ്പായോ ഉടനെ നോമ്പ് തുറക്കുക. അതാണ് സഹോദരന്മാരെ വേണ്ടത്. ഇനി നോമ്പ് തുറക്കുമ്പോ എന്തുകൊണ്ട് നോമ്പ് തുറക്കലാ ഏറ്റവും നല്ലത്? കാരക്ക കൊണ്ട്, ഈത്തപ്പഴം കൊണ്ട്, ശേഷം വെള്ളം കൊണ്ട്. അത് കഴിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്ത്? ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബൽ ലമഉ ദാഹം പോയി, വബതല്ലത്തിൽ ഉറൂഖു നാഡി നരമ്പുകളൊക്കെ നനഞ്ഞു കുളിർത്തു, വസബതൽ അജ്റു പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ കൂലി സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു, നിന്റെ അന്നത്തിന്മേൽ ഞാൻ നോമ്പ് മുറിച്ചു എന്ന ഒരു ദിക്ർ ചില കാർഡുകളിലും പുസ്തകങ്ങളിലൊക്കെ കാണാറുണ്ട്. ലാ അസ്ല ലഹു, അതിന് അടിസ്ഥാനമൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ചതിൽ വാരിദായ സ്വഹീഹായി വന്നതാണ്. അത് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറിയിട്ടാ പറയേണ്ടത്. അതായത് വെറും കാരക്കൻ വായിലിട്ട് ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് പറഞ്ഞ ദാഹം മാറിയോ? വെള്ളം കുടിക്കണീനോ കാരക്ക അങ്ങനെ ചവക്കുമ്പോഴൊക്കെ ദാഹം മാറിയോ? കാരക്കൊക്കെ തിന്നതിന് ശേഷം സുന്നത്തുള്ളവർക്ക് വെള്ളം കൂടി കുടിച്ചൊക്കെ ദാഹം മാറിയിട്ട് ദഹബൽ ലമഉ, ദാഹം പോയി, വബതല്ലത്തിൽ ഉറൂഖു നാഡിനരമ്പുകൾ നനഞ്ഞു, വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിന്റെ കൂലി സ്ഥിരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്സായിമി ഫറഹതാനി, നോമ്പുകാരന് 2 സന്തോഷമുണ്ട് എന്നാണ്. 2 സന്തോഷം. ഒന്ന് നോമ്പ് തുറക്കുന്ന നേരത്താണ്, മറ്റൊന്ന് അള്ളാനെ കണ്ടുമുട്ടുമ്പോഴാണ്. എന്താ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള സന്തോഷം? അള്ളാഹ് എനിക്ക് നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ, പടച്ചോനെ ഞാൻ വിചാരിച്ചിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായില്ല, അള്ളാഹു വലിയ തൗഫീഖോടെ ആ സമയമായിരിക്കുന്നു, എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം, ആ ദാഹവും വിഷമൊക്കെ തീരുന്ന എനിക്ക് വെള്ളം കുടിക്കാനുള്ള ആ ഒരു സന്തോഷം. രണ്ടാമത്തേത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്തുള്ള ആ ഒരു സന്തോഷം. ആ നിലക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്ന നേരമാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ആരെങ്കിലും നമ്മെ നോമ്പ് തുറപ്പിച്ചാൽ
നോമ്പ് തുറപ്പിക്കുന്നത് വലിയ പുണ്യമാണ്. ഒരാളെ മറ്റൊരാൾ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരന്റെ അതേ പ്രതിഫലമാണ് നോമ്പ് തുറപ്പിച്ചവനുള്ളത്. അയാളുടെ വല്ലതും കുറയോ? ഒന്നും കുറയൂല. ഇവന്റെ നോമ്പിന്റെ കൂലിയിൽ നിന്ന് എടുത്തിട്ടല്ല കൊടുക്കുന്നത്, ഒരു നോമ്പിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടുന്നു. അങ്ങനെ ഒരാൾ നമ്മെ നോമ്പ് തുറപ്പിച്ചാൽ നാം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അഫ്തറ ഇൻദകുമുസ് സായിമൂൻ വഅകല തആമകുമുൽ അബ്റാർ വസല്ലത്ത് അലൈകുമുൽ മലായിക. നിങ്ങളുടെ അടുക്കൽ നോമ്പുകാർ നോമ്പ് മുറിച്ചിരിക്കുന്നു, നോമ്പുകാരൻ നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പ് തുറന്നിരിക്കുന്നു. വഅകല തആമകുമുൽ അബ്റാർ, നിങ്ങളുടെ ഭക്ഷണം പുണ്യവാന്മാര് ഭക്ഷിച്ചിരിക്കുന്നു. അതേ, വഅകല തആമകുമുൽ അബ്റാർ വസല്ലത്ത് അലൈകുമുൽ മലായിക, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അതാ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ പുണ്യമുള്ള സംഗതിയാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ തഇം മൻ തഅമനി വസ്ഖി മൻ സഖാനി. അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവർക്ക് നീയും ഭക്ഷിപ്പിക്കണേ, എന്നെ കുടിപ്പിച്ചവർക്ക് നീയും കുടിപ്പിക്കണേ. ഭക്ഷണം കഴിച്ചാൽ, ഒരാൾ നമ്മെ ഭക്ഷിപ്പിച്ചാൽ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ തഇം മൻ തഅമന, അല്ലെങ്കിൽ അല്ലാഹുമ്മ തഇം മൻ തഅമനി വസ്ഖി മൻ സഖാനി എന്നിങ്ങനെ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വബാരിക് ലഹും ഫീമാ റസഖ്തഹും. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ, നീ അവരോട് കരുണ ചെയ്യണേ, അവർക്ക് നീ നൽകുന്നതിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് എന്നിങ്ങനെ നമ്മെ ഊട്ടിയവർക്ക്, നമ്മെ ആഹരിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. നോമ്പ് മുറിക്കുമ്പോ പ്രത്യേകിച്ചും അത് എടുത്തു പറയുന്നുണ്ട്. അഫ്തറ ഇൻദകുമുസ് സായിമൂൻ, നോമ്പുകാരി നിങ്ങൾക്ക് മുമ്പിൽ നോമ്പ് തുറന്നിരിക്കുന്നു. വഅകല തആമകുമുൽ അബ്റാർ വസല്ലത്ത് അലൈകുമുൽ മലായിക. സഹോദരങ്ങളെ, ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ്. നമ്മളതൊക്കെ പഠിക്കണം, അർത്ഥസഹിതം മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിക്കണം. ഇത്രയും സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞത് നോമ്പ് തുറപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ ഈ അമുസ്ലിമീങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു നോമ്പ് തുറ എന്നൊരു ജാടയുണ്ട്. മുസ്ലിമീങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നോമ്പുള്ളവർക്കാണ് നോമ്പ് തുറപ്പിക്കേണ്ടത്. ഇത് മറ്റ് സൽക്കാരല്ല. മറ്റ് സൽക്കാരം വേറെ ദിവസത്തിൽ കൊടുത്തോ, നോമ്പുള്ളവനെയാണ് നോമ്പ് തുറപ്പിക്കേണ്ടത്. പേരിനും പെരുമക്കും വേണ്ടി ഞങ്ങൾ ഇന്ന ആളുകളെയൊക്കെ വിളിച്ചു, അങ്ങനെ ഒരുപാട് ആളുകളെ എല്ലാവരെയും വിളിച്ചു, നോമ്പില്ലാത്തോ, എന്നിട്ട് അവരിങ്ങനെ വന്നിങ്ങനെ അഭിനയിക്കുക, സമയമാകുമ്പോൾ ഒരു കാരക്കെടുത്ത് ഇങ്ങനെ വായിലിടുക, കുറച്ച് വെള്ളം കുടിക്കുക, ഇങ്ങനത്തെ ഒരു അഭിനയം ചെയ്യേണ്ട സംഗതിയല്ല നോമ്പ് തുറ. അത് നോമ്പുകാർക്കുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ സുഹൃത്തുക്കളെ നോമ്പിന്റെ വിധിവിലക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലേക്കാളെല്ലാം ഉപരി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? ഇതിന്റെ ജീവനാണ്. നോമ്പിന്റെ ജീവൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിധിവിലക്കുകളെക്കാളെല്ലാം അപ്പുറം നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ നാവിനെ, ശരീരത്തെ മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. നീ നോമ്പുകാരനായാൽ നിന്റെ കണ്ണ് നോമ്പെടുക്കട്ടെ, നിന്റെ നാവ് നോമ്പെടുക്കട്ടെ, നിന്റെ കാതുകൾ നോമ്പെടുക്കട്ടെ, നിന്റെ അവയവങ്ങൾ മുഴുവനും നോമ്പെടുക്കട്ടെ. നമ്മെ എത്രത്തോളം വന്ന് വെല്ലുവിളിച്ചാലും അനങ്ങാൻ പാടില്ല. ഒരാളെ അങ്ങോട്ട് ചീത്ത പറയണ്ട, ഇങ്ങോട്ട് വന്ന് ചീത്ത പറഞ്ഞ് നമ്മുടെ ദേഷ്യം ഇളക്കി വിടുകയാണെങ്കിൽ പോലും നിന്നോടിങ്ങോട്ടൊരാൾ നീ ക്ഷമയോടെ ഇരിക്കുന്ന നേരത്ത് നിന്നെ വെല്ലുവിളിക്കുകയാണ് ഒരാൾ വന്നിട്ട്, നിന്നോട് ഇറങ്ങടാ, ധൈര്യമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിന് മറുപടി ഉണ്ടെങ്കിൽ പറയടാ, നട്ടലുണ്ടെങ്കിൽ പറയടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചോര തിളപ്പിച്ച് നമ്മുടെ വികാരത്തെ ഇളക്കി വിടുന്ന നേരമാണെങ്കിൽ പോലും നമ്മൾ എന്ത് പറയണം? ഇന്നി സായിമുൻ, ഇന്നിമ്രുൻ സായിമുൻ, ഇന്നിമ്രുൻ സായിമുൻ. പൊയ്ക്കോ സഹോദര, നിങ്ങൾ പൊയ്ക്കോ, നോമ്പാണ്. നിങ്ങൾ വർത്താനം പറയില്ലേ, പൊയ്ക്കോ, എനിക്ക് നോമ്പാണ്, നോമ്പാണ്, നോമ്പാണ്. സ്വന്തത്തെ പഠിപ്പിക്കുക. നാവ് കൊണ്ട് അരുതാത്തത് പറയരുത്, നമ്മുടെ കൈ കൊണ്ട് ഒരു അരുതാത്ത കാര്യവും പ്രചരിപ്പിക്കരുത്. ഒരു തോന്നിവാസത്തിലും ഒരു വർത്തമാനത്തിനും ഒരു ഭിന്നിപ്പിനും ഒരു കുഴപ്പത്തിനും പോകാതെ അതെ സത്യമായത് മാത്രം പറഞ്ഞു പ്രചരിപ്പിച്ച് അതിന്റെ വക്താക്കളായിക്കൊണ്ട് ജീവിച്ചാലേ നമ്മുടെ നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എത്രയെത്ര നോമ്പ് ാണ് അവരുടെ നോമ്പ് കൊണ്ട് പൈതാഹം സഹിച്ചതല്ലാതെ ഒന്നും നേടിയില്ലല്ലോ. എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് അവന്റെ രാത്രി നിസ്കാരം കൊണ്ട് ഉറക്കമിളച്ചതല്ലാതെ ക്ഷീണം സഹിച്ചതല്ലാതെ അവൻ ഒന്നും പ്രയോജനപ്പെട്ടില്ലല്ലോ. മല്ലം യദൽ ഖൗല അസ്സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദാ തആമഹു വശറാബഹു. ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അവിവേകങ്ങളുമൊന്നും ഒരാൾ ഒഴിവാക്കാൻ തയ്യാറില്ലെങ്കിൽ
അവന്റെ പട്ടിണി കൊണ്ടൊരു കാര്യമല്ല. ചില ആൾക്കാർ ഇങ്ങനെ നോമ്പല്ലേ നമുക്ക് കാർഡ് കളിക്കുക, ടി വി മണിക്കൂറുകളോളം ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, നേരം പോവുക, അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് ഉറങ്ങിയാണ് തീർക്കുക, അല്ലെങ്കിൽ കുറെ വർത്താനങ്ങൾ പറയുക, അല്ലെങ്കിൽ തടിച്ച നോവൽ പുസ്തകം വാങ്ങി വെക്കും, റമദാനായ വായിച്ച് തീർക്കുക. ഏതായാലും നേരം ഇങ്ങനെ പോകണല്ലോ, നോവലൊക്കെ വായിക്കുക, മറ്റേ ആളെ ഇതിഹാസം, മറ്റേ രാമൻ നായരുത്, മറ്റേ കുമാരൻ നായരുത്, ഇങ്ങനെയൊക്കെ വായിച്ച് ഇങ്ങനെ നോവൽ വായിക്കുക, സിനിമ കാണുക, ടി വി സീരിയല്, വാർത്തകൾ കേൾക്കുക, പാട്ട് കേൾക്കുക, കാർഡ് കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സൊറക്കുക, ഇങ്ങനെയൊക്കെ ഇരുന്ന് നേരം വെളുപ്പിക്കുക, പകലിൽ നോമ്പെടുക്കുക. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നിയമപരമായിട്ട് നോമ്പ് മുറിഞ്ഞിട്ടില്ല, പക്ഷേ പ്രതിഫലം നോക്കുകയാണെങ്കിൽ ഒരു വസ്തുവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇതിനൊന്നും ഒഴിവാക്കാൻ ഒരാൾ തയ്യാറില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പിന്നെ വെറുതെ പട്ടിണി കിടക്കുകയാണ്. ചില ആൾക്കാർ പറയും റമദാനിന്റെ പകലാണ്, ഓഫായിക്കാണി, എല്ലാവരും ഓഫാക്കി. എന്നിട്ടെന്താ? നോമ്പ് പറഞ്ഞാൽ ഇരട്ടി ഞങ്ങൾ എടുത്തോളാന്നാണ്. നോമ്പ് തുറന്നാ പിന്നെ എല്ലാം ഹലാല. ഇനിയിപ്പോ റമദാനായ ചില സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടാവും, എല്ലാവരും സൂക്ഷിച്ചോളിട്ടോ, നിങ്ങളെ നോമ്പിന്റെ പ്രതിഫലമാണ് പോയി. റമദാൻ ആയി കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടാവും. ചില പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങിന് വരും സ്ക്രീനിൽ, എന്നിട്ട് അവരിങ്ങനെ നോമ്പിന്റെ മഹത്വമൊക്കെ പറയും. സിനിമാ നടൻ അയാളുടെ നോമ്പ്, സിനിമാ നടി അവളുടെ നോമ്പുകാല അനുഭവങ്ങള്, അത് പറയാനായിട്ട് കുറെ ആൾക്കാർ വരും. സർവ്വ ശൈത്താന്മാരെയും പിടിച്ചു കെട്ടിക്കോളി, നിങ്ങളെ നോമ്പിന്റെ ഫലം കളയരുത്. റമദാനിന്റെ കാലത്ത് സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് സ്പോൺസർ ചെയ്ത പ്രോഗ്രാം, മതപരമായ കാര്യം 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ, 15 മിനിറ്റും കൊമേഴ്സ്യൽ പരസ്യമായിരിക്കും. നിങ്ങൾ ഇങ്ങനെ കാണാതിരിക്കും. ഖുർആൻ ഓതിക്കോളി, കണ്ണ് ചീത്തയാക്കരുത് സഹോദരന്മാരെ, വളരെയേറെ ശ്രദ്ധിച്ചോളി. ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭക്തി മൂത്തിട്ടുള്ള ഗാനങ്ങളൊക്കെ ഉണ്ടാവും, ആടിപ്പാടി പാടും, പെണ്ണൊക്കെ ഇങ്ങനെ പാടും. റമദാനല്ലേ, എന്താ തഖ്വല്ലേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആരും അത് കാണാനും കേൾക്കാനും ഇരിക്കണ്ട. റംസാൻ നിലാവ്, റംസാൻ പൂനിലാവ്, റംസാൻ നിശ എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടി ഉണ്ടാവും. അതിനൊന്നും പോകണ്ട, അതിലൊന്നും പങ്കെടുക്കണ്ട. നിങ്ങളുടെ നോമ്പിനെ ശ്രദ്ധിച്ചോളി. പരിശുദ്ധ ഖുർആൻ നിരന്തരം ഖുർആൻ ഓതി മടുത്തോ? ദിക്റിയല്ലിക്കോളി, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓരോ തവണ ചൊല്ലുമ്പോഴും സ്വർഗത്തിലതാ നമുക്ക് വേണ്ടി അതാ ഒരു പ്രത്യേകമായ മരം അവിടെ നട്ടുപിടിപ്പിക്കപ്പെട്ടു. ഒന്നും നമ്മടുത്ത മറ്റൊന്നിലേക്ക്. ഖുർആൻ ഓതി കുറെ കഴിഞ്ഞാൽ അടച്ചിട്ട് കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ദിക്റിയല്ലിക്കോളി, അപ്പൊ ആശ്വാസം. എത്രമാത്രം പുണ്യങ്ങൾ നമുക്ക് നേടാനുള്ള അവസരമാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ തഖ്വ കിട്ടും TV എന്ന് വിചാരിച്ചാലും അതിന്റെ മുമ്പിൽ ഇരിക്കണ്ട. വളരെ ശ്രദ്ധിച്ചോളി. ആവശ്യമായ വായനകൾ, ചർച്ചകൾ, വർത്തമാനങ്ങൾ എല്ലാം നിർത്തിവെച്ച് ഈ മാസത്തെ ഇതെനിക്ക് എന്നെയാക്കി മാറ്റുവാനുള്ള ഏറ്റവും അസുലഭമായ ഒരവസരമാണ് എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങളോടൊക്കെ പറയാ, ഈ ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകളും അവർക്ക് മനസ്സിലാക്കുക, എന്ത് ഈ റമദാൻ എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ കാലഘട്ടമല്ല. പ്രത്യേക ഫീച്ചറും ബുക്കുകളൊക്കെ ഇപ്പൊ ഇറങ്ങിയോന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇറങ്ങും തടിച്ച പുസ്തകങ്ങൾ, അതിലൊരു പാത്തുമ്പുണ്ടാവും ഇങ്ങനെ സാരിയും ചുറ്റിയിട്ട് ഇങ്ങനെ ഒരു ചട്ടിപ്പത്തിരി ചൂടുന്നു. വേറൊരു ഒരു നഫീസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഐസ്ക്രീമും കൊണ്ട് ഇങ്ങനെ നിൽക്കണം. ഒക്കെ പെണ്ണുങ്ങളെ ആ ചട്ടിപ്പാത്രത്തിന്മേൽക്കല്ല നോക്കുക, വെള്ള മൂത്തുക്കും വെള്ള സൗന്ദര്യത്തിലൊക്കെ നോക്കുക. കളർഫുൾ സാരിയും ഡ്രസ്സും ചുരിദാറും ഒക്കെ ധരിച്ച് അനിസ്ലാമികമായ ശൈത്താന്റെ വേഷവും ധരിച്ചിട്ട് ഒരു പെണ്ണിങ്ങനെ അപ്പം ചൂടുന്ന ചിത്രം ഉണ്ടാവും, നല്ല കളർഫുൾ ഫോട്ടോ. എന്നിട്ട് അതിലേക്ക് വേണ്ട ചേരുവകൾ, മൈദ പാകത്തിന്, ഉപ്പ് പാകത്തിന്, മുട്ട ഇത്ര എണ്ണം, മുട്ടയുടെ വെള്ള. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഉമ്മാര് ഖുർആനും ഹദീസും വായിച്ചു പഠിച്ച് പുണ്യം നേടേണ്ട ഈ മാസത്തിൽ ഇതിങ്ങനെ നീർത്തിവെച്ച് അടുക്കളയിൽ കഴിഞ്ഞിരിക്കുക. എത്ര മൈദ! ഭർത്താവിനും പണിയായി. എന്ത് ഇതുവരെ പരിചയമില്ലാത്ത ചേരുവകളാ പറയുന്നത്. എന്താ ഇന്നതൊക്കെ വേണമെന്ന് ഇതുവരെ കേട്ടിട്ടില്ല. നമുക്കാകെ ഉപ്പും മുളകും മല്ലിയൊക്കെ പരിചയമുള്ളത്. ഈ പറയുന്ന പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മറ്റേ ചില ചൈനീസ്, മറ്റത് പിന്നെ ജാപ്പനീസ്, മറ്റത് എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ തെരഞ്ഞെടുക്കുക. ബുക്ക് നോക്കിയിട്ട് ഇങ്ങനെ ജാപ്പനീസ് സാധനം, ചൈനീസ് മറ്റേതേതാ, മറ്റേ പുല്ലെവിടെ, ഇതെവിടെ, ഇത് മറ്റേതേതാ, അതിങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ ഷോപ്പിൽ സെയിൽസ്മാനോട് ചോദിച്ച്, എത്ര മണിക്കൂറാ സഹോദരാ നീ തൊലച്ചത്? റമദാൻ ഇതിനുള്ള മാസം, റമദാൻ ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള മാസം. പലരും പുസ്തകവും ഫീച്ചറും ഒക്കെ ഇറക്കുന്നത് കണ്ടാൽ തോന്നും റമദാൻ എന്ന് പറഞ്ഞ അങ്ങനെ തിന്ന് മുടിക്കാനുള്ള മാസമാണ്. അല്ല, കുറച്ച് കഴിക്ക്, വളരെ ആവശ്യത്തിന് കഴിക്ക്, കൂടുതൽ ഇബാദത്ത് ചെയ്യേ.
നമ്മുടെ ഉമ്മമാരോടൊക്കെ പറയാ, അവർക്ക് നിങ്ങൾ സ്വൈരം കൊടുക്കണം. ആണുങ്ങളോട് പറയാണ്, വീട്ടിൽ നിങ്ങൾ ചെന്നിട്ട് എവിടെയാ കരിച്ചത്, എവിടെയാ പൊരിച്ചത്, അനക്കെന്താ വേറെ പണി എന്നൊന്നുമല്ല ചോദിക്കേണ്ടത്, സഹായിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാക്കുക. അത് തന്നെ എണ്ണയും ചണ്ണതൊന്നും നെയ്യൊന്നും വേണ്ട. വളരെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്ത നല്ല ഉന്മേഷത്തോടെ ഇബാദത്ത് ചെയ്യാം. അവരും അതിൽ പങ്കാവട്ടെ. ഒരു മനുഷ്യന്മാരാണ് അവരിങ്ങനെ നമുക്ക് വേണ്ടി അടുക്കളയിൽ പേറേണ്ട യന്ത്രങ്ങളല്ല. അവർക്കുമുണ്ട് ഖബർ ജീവിതം, അവർക്കുമുണ്ട് പരലോക ജീവിതം, അവർക്കുമുണ്ട് ദീന്. നമുക്കും ഇങ്ങനെ ദുനിയാവ് വെച്ച് വിളമ്പിത്തരാനുള്ളവരല്ല പെണ്ണുങ്ങള്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്കും ഈ സൽക്കർമ്മത്തിന്റെ മാസത്തിൽ ഭാഗമാക്കാവാൻ ചട്ടിപ്പത്തിരിയും മറ്റേ പത്തിരിയും എല്ലാ നെയ്യും എല്ലാ ഐസ്ക്രീമും ഫാലൂദിയും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി പഠിച്ചോ. റമദാൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ ബുക്കൊക്കെ എടുത്തു വെച്ച് വേണമെങ്കിൽ പഠിച്ചോ. റമദാൻ അതിനൊന്നും ഉപയോഗപ്പെടുത്തരുത്. വിലപ്പെട്ട സമയങ്ങളാണ്, വളരെ അപൂർവമായി കിട്ടുന്ന സമയമാണ്. എപ്പോഴാ നമ്മളൊക്കെ മരിക്കാന്നറിയില്ല. പടച്ച റബ്ബിന്റെ അടുക്കിലേക്ക് നല്ല ഹൃദയവുമായിട്ട് ചെല്ലാൻ നമുക്ക് സാധിക്കണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളോ സമ്പത്തോ ഉപകരിക്കാത്ത ദിവസം, സലീമായ ഹൃദയത്തോടെ അള്ളാഹുവിനെ സമീപിച്ചവർക്കല്ലാതെ രക്ഷയില്ലാത്ത ദിവസം. നമ്മുടെ മനസ്സിൽ നിന്നും അസൂയ പോകട്ടെ. ആരോടും നമുക്ക് വിദ്വേഷം വേണ്ട, ആരോടും നമുക്ക് പക വേണ്ട, ഒരാളോടും ഫിത്തിനക്ക് പോകണ്ട. ഫിത്തിന പരത്തുന്ന ഇമെയിലുകൾ പ്രചരിപ്പിക്കണ്ട, കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കണ്ട, സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, അതേ ആളുകൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കുന്ന, സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു ന്യൂസുകളും നമ്മൾ ഫോർവേഡ് ചെയ്യണ്ട. വളരെ സ്നേഹത്തോടെ സാഹോദര്യത്തോടുകൂടെ അതേ ജീവിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതേ കൂടുതൽ ലഅല്ലക്കും തത്തഖൂൻ, കൂടുതൽ ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. ഇതാണ് സഹോദരന്മാരെ എനിക്ക് എന്നോടും നിങ്ങളോടുമെല്ലാം ഉണർത്തുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം നമുക്ക് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനുണ്ട്. എല്ലാ കാര്യങ്ങളിലും നാം നമ്മുടെ തഖ്വ നിലനിന്ന് കിട്ടുവാൻ ആവശ്യമായ കാര്യങ്ങളിൽ കൂടുതൽ ഉത്ബുദ്ധരായിക്കൊണ്ട് പ്രവർത്തിക്കുക. അതിനുവേണ്ടി സർവശക്തനോട് പ്രാർത്ഥിക്കുക. സർവശക്തനായ റബ്ബ് യഥാർത്ഥമായ നിലയ്ക്ക് ഈ മാസത്തെ ആദരിച്ച് ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുവാനുള്ള എല്ലാവരും തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് ശക്തമായ നിലക്ക് ഒരുമയോടെ മുന്നേറുവാൻ അള്ളാഹു നമുക്കും നമ്മുടെ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്ത് തന്നെ പോരായ്മകളുണ്ടെങ്കിലും അവൻ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.